ഖുതുബ മഹാന്മാരി മിമ്പറിൽ പാരായണം ചെയ്യുകയാണ്. പോരാ, അല്ലാഹുവിന്റെ ഹബീബ് ഇബ്നു നുബാത്തത്തുൽ മിസ്രി തങ്ങളോട് പറയുകയാണ്, ഇഫ്തഹ് ഫാക്, അല്ലാഹുവിന്റെ ആഖിറത്തെ കുറിച്ച്, ഖബർ ജീവിതത്തെ കുറിച്ച് മനുഷ്യരുടെ മനസ്സിനെ തട്ടി ഉണർത്തിയ നിന്റെ ബഹുമാനമുള്ള ശറഫാക്കപ്പെട്ട ഈ വായ ഉണ്ടല്ലോ, അത് തുറക്കണമെന്ന് പറയുകയാണ്. മുതഅല്ലിമീങ്ങളെ, നമുക്കിതിൽ പാഠമുണ്ട്. അല്ലാഹുവിന്റെ ഹബീബ് മക്ക വിട്ട് മദീനയിലേക്ക് പോയത് വളരെ പ്രയാസത്തോടുകൂടെയാണ്. വറഖത്ത് ഇബ്നു നൗഫലിന്റെ അരികിൽ ചെന്ന് ആദ്യമായി വഹ്യ് തന്ന വിവരങ്ങൾ പറയുമ്പോൾ വറഖത്ത് ഇബ്നു നൗഫൽ ഹബീബായ തങ്ങളോട് പറയുകയാണ്, ഇത് യുഖ്രിജുക ഖൗമുക, നിങ്ങളുടെ നാട്ടിൽ നിന്ന് നിങ്ങളുടെ സ്വന്തം നിങ്ങളെ ജനത നിങ്ങളെ പുറത്തു ചാടിക്കുമ്പോൾ ഞാൻ ഉണ്ടായിരുന്നുവെങ്കിൽ നിങ്ങളുടെ കൂടെ നിൽക്കുമെന്ന് വറഖത്ത് ഇബ്നു നൗഫലിനോട് പറയുമ്പോൾ ലോകത്തിന്റെ നേതാവിന്റെ ഹിമ്മത്ത് വലുതാണ്. പക്ഷേ അല്ലാഹുവിന്റെ ഹബീബ് ചോദിച്ചു, അവ മുഖ്രിജിയഹും, അവരെന്റെ നാട്ടിൽ നിന്ന് പുറപ്പെടുവിക്കുമോ? ആദർശത്തിനു വേണ്ടി ഈ നാട് വിട്ടു വേണ്ടി പോകുമ്പോൾ മക്കയങ്ങ് അതിർത്തി കഴിഞ്ഞപ്പോൾ ലോകത്തിന്റെ നേതാവ് മക്കയിലേക്ക് തിരിഞ്ഞു നിന്നിട്ട് സലാം പറയുകയാണ്. ശാരീരികമായി പിരിയുന്നുണ്ടെങ്കിലും, ശരീരത്തിന്റെ പിരിവ് നടക്കുന്നുണ്ടെങ്കിലും, വേർപാട് നടക്കുന്നുണ്ടെങ്കിലും മനസ്സ് ചേർത്ത് വെച്ച് അല്ലാഹുവിന്റെ ഹബീബ് നിൽക്കുമ്പോ ലോകത്തിന്റെ നേതാവിനെ വിളിച്ചിട്ട് അല്ലാഹു പറയുകയാണ്, നിങ്ങളെ ഈ രാജ്യത്തേക്ക് തന്നെ തിരിച്ചു മടക്കി കൊണ്ടുവരുമെന്ന് പറയുകയാണ്. ഞാൻ പറഞ്ഞത് എന്തൊരാദർശത്തിന് വേണ്ടിയാണ് മക്ക വിട്ടുപോയത്? പരിശുദ്ധ ഇസ്ലാമിന്റെ സന്ദേശത്തിന് വേണ്ടിയാണ്. ഞാൻ നീട്ടി സംസാരിക്കുന്നില്ല. ഇബ്നു നുബാത്തത്തുൽ മിസ്രി തങ്ങൾ നടത്തിയ പ്രഭാഷണം ആഖിറത്തെ കുറിച്ച് ബോധമുണ്ടാക്കുന്ന പ്രഭാഷണമാണ്. ഓ മുതഅല്ലിമീങ്ങളെ, നമ്മുടെ ജീവിതം ചിട്ടപ്പെടുത്തി നമ്മുടെ വാക്കുകൊണ്ട് അല്ലാഹുവിനെ കുറിച്ച് ചിന്തിക്കുന്ന ഒരു മനുഷ്യൻ, ഖബറിനെ കുറിച്ച് ചിന്തിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ, അല്ലാഹുവിനെ ഭയപ്പെടുന്ന ഒരു യുവതി നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞാൽ ഇബ്നു നുബാത്തത്തുൽ മിസ്രി തങ്ങളുടെ വായ തുറക്കാൻ പറഞ്ഞു മുഹമ്മദുർ റസൂലുള്ളാഹി. ഇബ്നു നുബാത്തത്തുൽ മിസ്രി തങ്ങൾ വായ തുറന്നു കൊടുത്തു. അല്ലാഹുവിന്റെ ഹബീബ് അതിൽ തുപ്പിക്കൊടുത്തു. 3 തവണ തുപ്പിക്കൊടുത്തു ഇബ്നു നുബാത്തത്തുൽ മിസ്രി തങ്ങളുടെ വായയിൽ. അല്ലാഹു അതിന്റെ ബറക്കത്ത് കൊണ്ട് നമ്മളെ രക്ഷപ്പെടുത്തി തരട്ടെ. ശബ്ദം കേൾക്കുന്ന ഉമ്മമാര് ചിന്തിക്കണം, ഇബ്നു നുബാത്തത്തുൽ മിസ്രി തങ്ങളുടെ വായയിലേക്ക് ലോകത്തിന്റെ നേതാവിന്റെ ഉമിനീര് ലഭിച്ചത് എന്തിന്റെ പേരിലാണ്? ഇബ്നു നുബാത്തത്തുൽ മിസ്രി തങ്ങൾ അറിവ് പകർന്നു കൊടുത്തതിന്റെ പേരിലാണ്. അറിവ് ഇവിടെ വിതരണം ചെയ്തതിന്റെ പേരിലാണ്. മിസ്രിൽ ഒരുമിച്ച് കൂടിയ ജുമുഅക്ക് വന്ന 100 കണക്കിന് മനുഷ്യരുടെ മനസ്സിന് അല്ലാഹുവിന്റെ ഭാഗത്തേക്കും മദീനയിലേക്കും തട്ടി ഉണർത്തിയതിന്റെ പേരിലാണ്. അതുകൊണ്ട് എൻ്റെ ഉമ്മമാരെ, അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സദസ്സ് ഈ 40 ദിവസം നടക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് അല്ലാഹുവിന്റെ ഹബീബിന്റെ പേരിൽ ഒരു സംഖ്യ നമ്മൾ ഹദിയയായി സമർപ്പിക്കണം. ഞാൻ ചോദിക്കട്ടെ, ആരാണ് നമുക്ക് പണം തന്നത്? എന്തിനാണ് നമുക്ക് പണം ചെലവഴിക്കേണ്ടത്? നമ്മൾ നമ്മുടെ മുൻഗാമികളെ അപേക്ഷിച്ച് നമ്മുടെ ഡ്രസ്സ്, നമ്മുടെ വാഹനം, നമ്മുടെ മറ്റ് സൗകര്യങ്ങൾ, ഇതിനൊക്കെ എത്ര പണം ചെലവഴിക്കുന്നുവെങ്കിൽ റിയാദത്തുൽ അഹ്ബാബിന്റെ ഒരൊറ്റ ദിവസം വിടാതെ ഓരോ ദിവസവും ഒരു സംഖ്യ നമ്മൾ മജ്‌ലിസിനിരിക്കുമ്പോൾ നമ്മുടെ കയ്യിൽ പിടിച്ച് നാം ആ സംഖ്യ മഹത്തായ മജ്‌ലിസ് കഴിയുമ്പോൾ ഹബീബായ തങ്ങളുടെ പേരിലുള്ള ദിആഉൽ ഹദിയയിൽ ഇത് നിക്ഷേപിക്കുകയും അൽഹംദുലില്ലാഹ്, ഇന്ന് നമ്മൾ റിയാദത്തുൽ അഹ്ബാബിന്റെ മജ്‌ലിസ് തുടങ്ങുമ്പോൾ നമ്മുടെ തൊട്ടപ്പുറത്ത് 2 ഏക്കറോളം വരുന്ന ഭൂമിയുണ്ട്. ഈ ഭൂമി നമുക്ക് വാങ്ങിത്തന്നത് ഏതെങ്കിലും ഒരു മുതലാളിയല്ല, ഒരു സമ്പന്നനല്ല. അതേ സ്ഥാനത്ത് നമ്മെപ്പോലെ നമുക്ക് പള്ളിയെടുക്കാൻ കഴിയില്ല, നമുക്ക് 10 സെന്റ് വാങ്ങാൻ കഴിയില്ല.
നമുക്കൊരു സ്ഥാപനം സ്ഥാപിക്കാൻ കഴിയില്ല, നിർമ്മിക്കാൻ കഴിയില്ല. അവിടെയാണ് പാവങ്ങളുടെ കൂടെ നിന്ന് 1 2 ഉറുപ്പിക ഒരുമിച്ചു കൂട്ടി ഈ കൊറോണ മൂർച്ഛിച്ച സമയത്ത് ശൈഖുനയുടെ നേതൃത്വത്തിൽ അന്ന് നമ്മൾ റിയാദത്തുൽ അഹ്ബാബിന്റെ വിആഇൽ സൂക്ഷിച്ച സംഖ്യയാണ് ഇന്ന് ഭൂമിയായി നമുക്ക് നോക്കിക്കാണാൻ കഴിയുന്നതെങ്കിൽ അല്ലാഹു അത് കബൂൽ ചെയ്യുമാറാവട്ടെ. 1-2 മാസങ്ങൾക്ക് മുമ്പ് നമ്മുടെ സ്ഥാപനത്തിൽ അൽഹംദുലില്ലാഹ് 10-200ഓളം പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ ക്യാന്റീനിന്റെ ഉദ്ഘാടനം ചെയ്യുമ്പോൾ അതിന് സംഖ്യകൾ കടമുണ്ട്. എങ്കിലും അതിനു വേണ്ടി സഹായിച്ച പാപങ്ങളുണ്ട്. അവർക്ക് അല്ലാഹു ബറക്കത്ത് ചെയ്യുമാറാവട്ടെ. ഓ മുതഅല്ലിമീങ്ങളെ, നമ്മൾ ചിന്തിക്കണം, അല്ലാഹുവിന്റെ ഹബീബിന് ഖിദ്മ ചെയ്തിട്ടല്ലാതെ ഒരു മനുഷ്യനും രക്ഷപ്പെടാൻ കഴിയില്ല. അതായിരിക്കണം നമ്മുടെ റിയാദത്തുൽ അഹ്ബാബിന്റെ ലക്ഷ്യം. ഒറ്റ കാര്യം കൂടെ പറഞ്ഞു ഞാൻ അവസാനിപ്പിക്കുന്നു. ഈ മഹത്തായ മജ്‌ലിസിൽ എന്റെ ശബ്ദം കേൾക്കുന്ന ഏത് പുരുഷനും ഏത് സ്ത്രീയും എടുക്കേണ്ട ആദ്യത്തെ തീരുമാനം, ഈ 40 ദിവസം നീണ്ടു നിൽക്കുന്ന മജ്‌ലിസ് അതെനിക്ക് വിട്ടുപോകരുത് എന്നതാണ്. പലപ്പോഴും നമ്മൾ പറയും, എനിക്കതിന് കഴിയില്ല, പരക്കാര് ചൊല്ലിക്കൊള്ളു. എന്നാൽ എത്ര ആളുകളാണ് ഒറ്റ മജ്‌ലിസ് വിട്ടുപോകാതെ പങ്കെടുക്കുന്നവർ? ഇഷ്ടം പോലെ ഉദാഹരണം നമുക്ക് പറയാനുണ്ട്. ഇന്ന് നമ്മുടെ മഹത്തായ മജ്‌ലിസിന്റെ ഉദ്ഘാടനം നടക്കുമ്പോൾ ഈ ഉദ്ഘാടന സദസ്സിൽ ദുആ ചെയ്യാൻ വേണ്ടി നമ്മുടെ സ്ഥാപനത്തിലെ മുദരിസ് കൂടെയായ അലാവുദ്ദീൻ അഹ്സനി, അല്ലാഹു അവർക്ക് ബറക്കത്ത് ചെയ്യുമാറാവട്ടെ, അവരുടെ ഉപ്പ 2000 ഉറുപ്പിക പറഞ്ഞ് ഇന്നത്തെ മജ്‌ലിസിൽ ദുആ കൊണ്ടേൽപ്പിച്ചിട്ടുണ്ട്. അവരൊരു പണ്ഡിതനാണ്. ഈ അടുത്ത ദിവസം അദ്ദേഹത്തിന്റെ വീട്ടിൽ ഞാൻ ചെന്നപ്പോൾ എല്ലാ ദിവസവും 40 ദിവസം മാത്രമല്ല, റിയാദത്തുൽ അഹ്ബാബിന്റെ സുബഹിക്ക് ശേഷം നടക്കുന്ന മജ്‌ലിസിൽ മുഴുവൻ പങ്കെടുത്തിട്ടാണ് അദ്ദേഹം മറ്റുള്ള ശുഗലുകൾക്ക് പോകുന്നത്. അത് വലിയൊരു ബറക്കത്താണ്. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ കൃത്യമായി നമുക്ക് ചെയ്യാൻ സാധിക്കുക എന്നത് വലിയ ഒരു അച്ചടക്കമാണ്. പോരാ, പരിശുദ്ധ റബീഉൽ അവ്വലിന്റെ 30 ദിവസവും ഉമ്മമാരെ, ഉപ്പമാരെ, അല്ലാഹു നമുക്ക് നൽകിയ വീടിന്റെ അകത്തളങ്ങളിൽ മദീനയിലേക്ക് സ്വലാത്ത് ചൊല്ലട്ടെ, ബുറുദ ചൊല്ലട്ടെ. അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ചില്ലേ, അൽ ഈമാനു യരിസു ഇലൽ മദീനത്തി കമാ തരിസുൽ ഹയ്യത്തു ഇലാ ജുഹരിഹാ. അൽ ഈമാനു വളരെ പൂർണ്ണമായ അല്ലാഹുവിന്റെ അടുക്കൽ സ്വീകാര്യതയുള്ള ഈമാൻ. യരിസു മുസ്തഖാരിയായ ഫിഅൽ പറഞ്ഞുകൊണ്ട് അത് സ്ഥിരമായി മടങ്ങിക്കൊണ്ടിരിക്കുന്നു. ഇലൽ മദീനത്തി, മദീനയിലേക്ക് സ്ഥിരം അത് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നു. നമുക്കത് മനസ്സിലാക്കുന്നതിന് വേണ്ടി ഹബീബായ തങ്ങളെ ശൈലിയാണ്, പരിശുദ്ധ ഖുർആനിന്റെ ശൈലിയാണ്. കാരണം ഒരു വിഷയം ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി ഹബീബായ തങ്ങളെ ജീവൻ സമർപ്പിക്കാൻ ഹബീബായ തങ്ങൾ സന്നദ്ധരാണ്. പരിശുദ്ധ ഖുർആൻ ഉദാഹരണത്തിലൂടെ ബോധ്യപ്പെടുത്തി തരുന്നു, ഹബീബും അത് ബോധ്യപ്പെടുത്തി തരുന്നു. ഭൗതികമായ ജീവിതത്തിൽ ലയിച്ച് കിടക്കുന്ന നമുക്ക് ഒരു സർപ്പം അതിൻ്റെ ഏത് പ്രശ്നം വരുമ്പോഴും അതിന്റെ മാളത്തിലേക്ക് കുതിക്കുന്നത് പോലെ നമ്മുടെ മകനെ ഓതാൻ കൊണ്ടാക്കുമ്പോൾ, നമ്മുടെ മകളുടെ കല്യാണം അന്വേഷിക്കുമ്പോൾ, നമ്മളൊരു ബിസിനസ് തുടങ്ങാനിരിക്കുമ്പോൾ, നമ്മുടെ ഒരു വീടിന്റെ പണി തുടങ്ങാനിരിക്കുമ്പോൾ, നമ്മളൊരു ദർസ് തുടങ്ങാനിരിക്കുമ്പോൾ, നമ്മൾ ഏത് കർമ്മത്തിന് ഇടപെടുമ്പോഴും നമുക്കുണ്ടാകേണ്ടത് മദീനയുമായുള്ള ബന്ധമാണ്. ഇന്ന് ഞാൻ ഈ മജ്‌ലിസിലേക്ക് വരുന്നതിന്റെ മുമ്പ് ശൈഖുനെ ഹോസ്പിറ്റലിൽ പോയി സമീപിച്ചപ്പോൾ ശൈഖുനെ ഈ സദസ്സ് ഭംഗിയാവട്ടെ, റാഹത്താവട്ടെ എന്ന് ദുആ ചെയ്തതിന്റെ ശേഷം ഞാൻ ഇങ്ങോട്ട് പോരാണെന്ന് പറഞ്ഞ് ഉസ്താദിന്റെ മുമ്പിൽ നിന്ന് ഇറങ്ങിയപ്പോൾ വീണ്ടും വിളിക്കുന്നു. അല്ലാഹുവിന്റെ മഹാന്മാരുടെ ശ്രദ്ധ നോക്ക് നിങ്ങൾ. ബഹറുൽ ഉലൂം ഒക്കെ ഉസ്താദിന്റെ പേരിൽ ഒരു ഫാത്തിഹ ഓതിയതിന്റെ ശേഷം തുടങ്ങിയാൽ മതി എന്ന നിർദ്ദേശം നൽകുന്നു. ഏതാണ് ആ ബന്ധം? ബഹറുൽ ഉലൂം ഒക്കെ
കെ ഉസ്താദ് മുഖേന ഹബീബായ തങ്ങളിലേക്ക് എത്തുന്ന ഒരു പരമ്പര, ഈ മഹത്തായ പരമ്പരയുടെ ബറക്കത്ത് കൊണ്ടാണ് റിയാദത്തുൽ അഹ്ബാബ് എന്ന മഹത്തായ ലക്ഷ്യം അത് പൂർത്തീകരിക്കാൻ കഴിയുന്നത്. നിങ്ങൾ നോക്ക് ഉമ്മമാരെ, എന്റെ സഹോദരന്മാരെ, മുതഅല്ലിമീങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ നമുക്കാർക്കെങ്കിലും ഒരു സ്വപ്നത്തിൽ പോലും ഹബീബായ തങ്ങൾക്കൊരു ഖിദ്മ ചെയ്യാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? അതൊരു ചിന്തയല്ലേ? അത് നമ്മൾ ചിന്തിക്കേണ്ടതല്ലേ? മഹാന്മാരുടെ ഖിദ്മ എങ്ങനെയാണ്? ബുർദ ചൊല്ലുന്നത് റസൂലുള്ളാഹിക്കുള്ള ഖിദ്മത്താണ്. മൗലിദ് ഓതുന്നത് റസൂലുള്ളാഹിയുടെ ഖിദ്മത്താണ്. ഇൽമു പഠിപ്പിക്കുന്നത് അല്ലാഹുവിന്റെ ഹബീബിനോടുള്ള ഖിദ്മയാണ്. നിങ്ങൾ നോക്ക്, ആഴ്ചയിൽ 3 ഡയാലിസ് ചെയ്യുന്ന ശൈഖുന ഏത് ഗഹനമേറിയ കിതാബുകളും നമ്മുടെ മുമ്പിൽ വന്ന് ആ പഴയ മട്ടത്തിൽ നമുക്ക് പാരായണം ചെയ്തു തരുമ്പോ നമ്മുടെ കൽബിനുണ്ടാകുന്ന സന്തോഷം എത്രയാണ്! അനുഭവിച്ച നമ്മളത് പങ്കുവെക്കേണ്ടതില്ലേ? കോടികൾ ചിലവഴിച്ചാൽ ഈ സന്തോഷത്തിന് പകരം നമുക്ക് മറ്റൊന്നു ലഭിക്കുമോ? അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകുമാറാവട്ടെ. അതിന്റെ താല്പര്യം എന്താണ്? എനിക്ക് സീനിയർ വിദ്യാർത്ഥികൾക്ക് പോലും മാത്രം ക്ലാസ് എടുത്താൽ പോരാ. എന്റെ ക്ലാസ് മുഴുവൻ കുട്ടികളിലും സ്പർശിച്ച് അവര് നമ്മുടെ ത്വരീഖിൽ വരണം. അവര് നമ്മുടെ ത്വരീഖിൽ വരണം. നിങ്ങൾ ചിന്തിച്ചു നോക്ക്. അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകുമാറാവട്ടെ. ഈ മഹത്തായ മജ്ലിസിന്റെ ഒരു പ്രധാന ലക്ഷ്യം നമ്മുടെ ശൈഖുനയുടെ രോഗശമനമാണ്. എന്റെ ശബ്ദം ശ്രവിക്കുന്ന ഏത് ഉമ്മമാരും ഒരൊറ്റ ദിവസവും ഈ മജ്ലിസിനിരിക്കുന്നതിന് മുമ്പ് ശൈഖുനയുടെ രോഗം ശമനത്തിനു വേണ്ടി ഞാൻ ഈ ദിക്ർ ചൊല്ലുന്നു, ബുർദ ചൊല്ലുന്നു, മൗലിദ് ഓതുന്നു, സൂറത്ത് യാസീൻ ഓതുന്നു എന്ന നിയ്യത്ത് വിട്ടുപോകാൻ പാടില്ല. അല്ലാഹു അതിന് തൗഫീഖ് നൽകുമാറാവട്ടെ. റബീഅ റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ ഹബീബിന്റെ സ്വഹാബത്തിൽപ്പെട്ടവരാണ്. അല്ലാഹുവിന്റെ ഹബീബിന്റെ സ്വഹാബത്തിൽ എങ്ങനെയൊക്കെ പ്രവർത്തിച്ചവരുണ്ട്. അല്ലാഹുവിന്റെ ഹബീബിന് ആരെങ്കിലും എത്ര ചെറുത് ചെയ്തു കൊടുത്തിട്ടുണ്ടെങ്കിലും അല്ലാഹുവിന്റെ ഹബീബ് ശക്കൂറാണ്. അല്ലാഹുവിന്റെ ഹബീബ് ശക്കൂറാണ്. ആ ചെയ്തതിന് എത്രയോ മടങ്ങ് പ്രതിഫലം ഹബീബ് നമുക്ക് നൽകും. നിങ്ങൾ കണ്ടില്ലേ? റബീഅ റളിയല്ലാഹു അൻഹു ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മദീനത്തെ വീട്ടിൽ വന്നിട്ട്, മദീനയുടെ പള്ളിയോട് ചേർന്ന് നിൽക്കുന്നതാണല്ലോ റസൂലുള്ളാഹിന്റെ വീട്. അല്ലാഹുവിന്റെ ഹബീബ് അന്തിയുറങ്ങുന്നത് ആയിഷത്തു ബീവിയുടെ വീട്ടിലാണ്. ആ വീട്ടിൽ വന്നിട്ട് അല്ലാഹുവിന്റെ ഹബീബിന് ഖിദ്മ ചെയ്തു കൊടുക്കുന്നു റബീഅ റളിയല്ലാഹു അൻഹു. എല്ലാം ചെയ്തു കൊടുത്ത് റബീഅ റളിയല്ലാഹു അൻഹു തിരിച്ചു പോകുന്നു. തിരിച്ചു പോകുമ്പോൾ റബീഅ റളിയല്ലാഹു അൻഹുവിന്റെ ഖൽബിൽ നിന്നൊരു ചോദ്യം ഇങ്ങനെ ഉന്നയിക്കുന്നു, മനസ്സാക്ഷി തട്ടി ഉണർത്തുന്നു. ഒരൊറ്റ ഉപദേശകന്റെ ഉപദേശവുമല്ല, മറ്റൊരു മനുഷ്യനും ഇടപെടുന്നില്ല. റബീഅ റളിയല്ലാഹു അൻഹു ചിന്തിക്കുകയാണ്, ഞാൻ ഈ സമയത്ത് പോയി എന്റെ വീട്ടിൽ സുഖമായി കിടന്നുറങ്ങിയാൽ ലോകത്തിന്റെ നേതാവ് തഹജ്ജുദിന് വേണ്ടി എഴുന്നേൽക്കുന്ന സമയത്ത് ഹബീബായ തങ്ങൾക്ക് വെള്ളം എടുത്തു വെച്ചു കൊടുക്കാൻ ആരാണ്? ഈ ചോദ്യം ഖൽബിൽ വന്നു. അതേ ഓട്ടോമാറ്റിക്കായി ആരോ ഇങ്ങോട്ട് തള്ളുന്നത് പോലെ മനസാക്ഷി റബീഅ റളിയല്ലാഹു അൻഹുവിനെ ഹബീബായ തങ്ങളുടെ വീടിന്റെ ഉമ്മരത്ത് കൊണ്ടുവരുന്നു. നട്ടപ്പാതിരയാണ്. ആ പാതിരക്ക് വന്നിട്ട് ഹബീബായ തങ്ങളുടെ വീടിന്റെ മുമ്പിൽ ഇരിക്കുകയല്ല, അവിടെ ചാഞ്ഞ് കിടക്കുകയല്ല. അതേ നമ്മുടെ ബാപ്പ, നമ്മുടെ ഉമ്മ, നമ്മുടെ ബന്ധപ്പെട്ടവർ ഐസിയിലുണ്ടാകുമ്പോ അതേ നമ്മൾ അതിന്റെ പുറത്ത് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അവര് വിളിക്കുമെന്ന ഒരു ചിന്ത വിളിക്കുമ്പോ ഉണ്ടാകാതിരിക്കാൻ പറ്റില്ല. ആള് മാറി മാറി ഇരിക്കുമ്പോ നമുക്കവിടെ കൃത്യമായി നിൽക്കാൻ കഴിയില്ല. എവിടെയെങ്കിലൊക്കെ ചായാൻ ഇടമുണ്ടെന്ന് ചിന്തിക്കുമെങ്കിൽ ആഖിറത്തിന് വേണ്ടി പണിയെടുക്കുന്ന റബീഅ റളിയല്ലാഹു അൻഹു തണുത്തുപോച്ചുന്ന രാത്രിയിൽ
മദീനയിൽ ഒരു പുതപ്പില്ലാതെ കമ്പിളി ഇല്ലാതെ അവിടെ നിൽക്കുകയാണ്. നട്ടപ്പാതിരിക്ക് ഹബീബായ തങ്ങൾ കതകിങ്ങോട്ട് തുറക്കുമ്പോൾ, വാതിലിങ്ങോട്ട് തുറക്കുമ്പോൾ കാണുന്നു റളിയല്ലാഹു അൻഹുവിനെ. അല്ലാഹു അവിടുത്തെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ നന്നാക്കി തരണേ റഹ്മാനേ. മുതഅല്ലിമീങ്ങളെ നമ്മൾ ചിന്തിക്കണം, റബീഅ റളിയല്ലാഹു അൻഹു ഇങ്ങനെ ഉറക്കൊഴിച്ചൊരു പണിയെടുത്തിട്ടുണ്ടെങ്കിൽ ആ എടുത്ത പണി ഒരു 100 മുഅ്മിനായ മനുഷ്യന്റെ ഖൽബിൽ അതിന് നമ്മുടെ നാക്ക് കൊണ്ട് ഇടമുണ്ടാക്കിയാൽ അല്ലാഹു നമ്മുടെ നാക്ക് നരകത്തിലിടില്ല. അല്ലാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. മഹാന്മാരുടെ പ്രാർത്ഥനയാണ് നമ്മുടെ നാവ് ഹബീബായ തങ്ങളെ മദ്ഹ് ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുക. നാം അല്ലാഹുവിന്റെ ഭക്ഷണം കഴിച്ച് നമുക്കൊരു ഊർജ്ജമുണ്ടെങ്കിൽ ആ ഊർജ്ജം ഹബീബിനെ പറയാൽ ഉപയോഗിക്കുക. അൽഹംദുലില്ലാഹ്, അല്ലാഹു നമ്മുടെ ഹഫീദ് ഉസ്താദിന് ആഫിയത്ത് നൽകുമാറാവട്ടെ. ചെറിയ പനിയും ക്ഷീണവും ഒക്കെ ഉണ്ട്, അല്ലാഹു ആഫിയത്ത് നൽകുമാറാവട്ടെ. എത്ര ബുർദ ചൊല്ലാൻ സാധിച്ചു, അതിന്റെ ബറക്കത്ത് കൊണ്ട് നീ ഈമാൻ വർദ്ധിപ്പിക്കണം റഹ്മാനെ. മരിച്ചുപോയ ബാപ്പക്ക് പുറത്തു കൊടുക്കണം അല്ലാഹ്, ഉമ്മക്ക് പുറത്തു കൊടുക്കണം റഹ്മാനെ. ഇൽമിൽ ബറക്കത്ത് ചെയ്യണം അല്ലാഹ്, നാഫിആയ ഇൽമിനെ വർദ്ധിപ്പിക്കണം റഹ്മാനെ. ഈ സ്ഥാപനത്തിലെ ഓരോ ഉസ്താദുമാരും നമ്മുടെ ഈ റിയാദത്തുൽ അഹ്ബാബിന്റെ ഫലം ആസ്വദിച്ചു കൊണ്ടിരിക്കുകയാണ്, അതിന്റെ ബഹുമാനം കണക്കിലെടുത്തുകൊണ്ടിരിക്കുകയാണ്. അതാണ് നമുക്കുള്ള ഏറ്റവും വലിയ ഖിദ്മത്ത്. ഞാൻ ഒരു മീസാൻ ഓതിക്കൊടുക്കുന്നുവെങ്കിൽ ഈ കിതാബ് എടുത്തിട്ട് മുതഅല്ലിമീങ്ങളെ മുമ്പിലേക്ക് ചെല്ലുന്നതിന്റെ മുമ്പ് ഇത് ഹബീബായ തങ്ങളുടെ ഭാഷയാകുന്ന പരിശുദ്ധ അറബി ഭാഷ അത് കുട്ടികളെ പഠിപ്പിക്കുവാനുള്ള ഒരു അമലാണ്. ഹബീബായ തങ്ങൾ റൗദയിൽ കിടന്നിട്ട് അതാ ഇബ്നു നുബാത്തത്തുൽ മിസ്രി തങ്ങളുടെ മിമ്പറയിലുള്ള ഖുതുബ കൃത്യമായി ശ്രദ്ധിച്ചുവെങ്കിൽ, ആ ഖുതുബക്ക് സമ്മാനം കൊടുത്തുവെങ്കിൽ, എന്റെ ജീവിതത്തിൽ ഞാൻ നടത്തുന്ന മുഴുവൻ ക്ലാസുകളും ഹബീബായ തങ്ങൾ മദീനയിൽ കിടന്ന് കാണുകയും എന്റെ മരണസമയത്ത് എന്റെ ഭാഷ പഠിപ്പിക്കാൻ ഖിദ്മത്ത് ചെയ്ത, എന്റെ ഹദീസ് പഠിപ്പിക്കാൻ ഖിദ്മത്ത് ചെയ്ത, എന്റെ വുർദ് ചെല്ലുന്ന വിശ്വാസികൾക്ക് ദുആ ചെയ്തു കൊടുത്ത എന്റെ ഉമ്മത്തിൽ ഒരു പാവപ്പെട്ട അടിമ എന്ന നിലക്ക് ഹബീബായ തങ്ങളെ ഖൽബ് നിറഞ്ഞിട്ട് നമ്മുടെ മരിക്കുന്ന സദസ്സിൽ വേണം. അല്ലാഹു അതിന് തൗഫീഖ് നൽകുമാറാവട്ടെ. അതിനാ ഉമ്മമാരെ റിയാദത്തുൽ അഹ്ബാബ് 40 ദിവസം സൂറത്തു യാസീൻ ഓതുമ്പോൾ നമ്മുടെ ഖൽബിൽ വേണം. നമ്മുടെ മരണം നടു റോട്ടിലായി കൂടാ, അല്ലാഹു കാത്ത് രക്ഷിക്കട്ടെ. നമ്മുടെ മരണം ഏതെങ്കിലും ഒരു മലയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഉരുൾപൊട്ടലിലോ ആയിക്കൂടാ, അല്ലാഹു രക്ഷപ്പെടുത്തി തരട്ടെ. ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിൽ വെന്റിലേറ്ററിലും ഐസിയിലും കിടന്ന് നജസിൽ നിന്ന് വൃത്തിയാകാതെ മലക്കുകളുടെ സാന്നിധ്യമില്ലാതെ ഈ ലോകത്തു നിന്ന് അവസാനത്തെ യാത്ര അത് നമുക്കായിക്കൂടാ, അല്ലാഹു കാത്തിരക്ഷിക്കുമാറാവട്ടെ. അതിനെന്തു വേണം? അതിനെന്തു വേണം? ഹബീബായ തങ്ങളെ പിടിക്കണം. അറിയില്ലേ നിങ്ങൾ, റബീഅ റളിയല്ലാഹു അൻഹു ഈ പാതിര സമയത്ത് ഈ കവാടത്തിന്റെ അരികിൽ നിൽക്കുമ്പോൾ ഹബീബായ തങ്ങൾ ഈ കതങ്ങിങ്ങോട്ട് തുറക്കുമ്പോൾ കാണുന്നത് റബീഅ റളിയല്ലാഹു അൻഹുവിനെയാണ്. കാണുന്നത് റബീഅ റളിയല്ലാഹു അൻഹുവിനെയാണ്. റബീഅ റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുന്നു, എന്താണ് റബീഅ, നിങ്ങൾ വീട്ടിൽ പോയിട്ടില്ലേ? ഹബീബായ തങ്ങൾക്ക് വലിയ സന്തോഷമുണ്ട്. കാരണം ഹബീബിനെ മാനിച്ചു ബഹുമാനിച്ച ഒരു മനുഷ്യന് അല്ലാഹുവിന്റെ അടുക്കൽ വലിയ പവറാണ്. എന്റെ സഹാബിയായ റബീഅ റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ അടുക്കൽ രക്ഷപ്പെടാനുള്ള വലിയ ഒരു അമൽ ചെയ്തു എന്ന സന്തോഷമുണ്ടെങ്കിലും എനിക്ക് വേണ്ടി ഇതുവരെ നിന്നുവല്ലോ എന്ന ഒരു വിഷമം ഹബീബായ തങ്ങൾക്കുണ്ട്. ഹബീബായ തങ്ങൾ പറയുകയാണ്, സൽ യാ റബീഅ, ഓ റബീഅ നീ ചോദിച്ചോളൂ, എന്തു വേണമെങ്കിലും ചോദിച്ചോളൂ. റബീഅ റളിയല്ലാഹു അൻഹു ബുദ്ധിമാനാണ്.
തണുത്തുപോച്ചുന്ന മദീനയിൽ നിന്നത് ആഖിറത്തിന് വേണ്ടിയാണ്. ഹബീബായ തങ്ങൾക്ക് നിസ്കരിക്കാൻ വെള്ളം വെച്ചു കൊടുക്കാനാണ്. ലോകത്തിന്റെ നേതാവ് അല്ലാഹുവിന് സമർപ്പിക്കുമ്പോൾ ഒരു സുജൂദ് ഒരു മലക്കിനും, കോടാനക്കോടി മലക്കുണ്ടെങ്കിലും ഒരു മലക്കിനും സാധിക്കില്ല, ഒരു ജിന്നിനും സാധിക്കില്ല, ഒരു നബിക്കും സാധിക്കില്ല. നമ്മൾ മനസ്സിലാക്കണം, അല്ലാഹുവിന്റെ ഹബീബിന്റെ സുജൂദ് പോലത്തെ ഒരു സുജൂദ് ലോകത്തില്ല. ആഖിറത്തിൽ ഹബീബായ തങ്ങൾ അടിമകൾ മുഴുവൻ വന്ന് വേവലാതി പറയുമ്പോ അവിടെ അത് സുജൂദിൽ വീഴുമ്പോൾ ഉടമയായ റബ്ബ് പറയുന്നു, ഉയർത്തൂ നബിയേ. ഒരു കുട്ടി സംസാരിക്കാൻ ധൈര്യപ്പെടാത്ത സമയത്ത് റസൂലുള്ളാഹിനോട് പറയുന്നു, ഉയർത്തൂ നബിയേ, സൽ, ചോദിച്ചോളൂ, എന്തു ചോദിച്ചോളൂ, ഇശ്ഫ, അങ്ങ് ശഫാഅത്ത് ചെയ്തോളൂ, തുശഫ്ഫ, അങ്ങയുടെ ശഫാഅത്ത് സ്വീകരിക്കും, ഇസ്അൽ, ചോദിച്ചോളൂ, തുഅത, അങ്ങേക്ക് നൽകപ്പെടും. ലോകത്തൊരു കുട്ടിയും മിണ്ടാൻ ധൈര്യപ്പെടാത്ത ലിമനിൽ മുൽക്കുല്യവും ആർക്കടാ ഇന്ന് അധികാരം എന്ന് അല്ലാഹു ജല്ല ജലാല് ചോദിക്കുന്ന ദിവസം അല്ലാഹുവിന്റെ ഹബീബ് സുജൂദിലായി അങ്ങ് വീഴുമ്പോ ആക്രഫയോടുകൂടി അല്ലാഹു പറയുന്നു, ഉയർത്തൂ നബിയേ, ചോദിച്ചോളൂ, റെക്കമെൻഡ് ചെയ്തോളൂ. 40 ദിവസം അല്ലാഹുവിന്റെ ഹബീബിന്റെ പേരിൽ മങ്കൂസ് മൗലിദ് ഓതിയ, സൂറത്തു യാസീൻ ഓതിയ, ബുറുദ ചൊല്ലിയ, അല്ലാഹുവിന്റെ ഹബീബിന്റെ അനന്തര സ്വത്താകുന്ന ഇൽമ് പഠിക്കുന്ന, മക്കൾക്ക് ആവശ്യമായ ഭക്ഷണങ്ങളും മറ്റു സൗകര്യങ്ങളും അവർക്ക് ഇൽമ് പറഞ്ഞു കൊടുക്കുന്ന അതേ മുദർരിസുമാർക്ക്, മുഅല്ലിമീങ്ങൾക്ക്, ഖിദ്മ ചെയ്യുന്നവർക്ക് എന്റെ സമ്പത്തിൽ നിന്നൊരു വിഹിതം ദിവസം വിടാതെ കണ്ടിന്യൂ ആയത് മാറ്റിവെക്കുമ്പോൾ ഹബീബായ തങ്ങളുടെ ശഫാഅത്ത് നമുക്ക് ലഭിക്കുമെന്നതിൽ സംശയമില്ല. അശ്ശഫാഅത്ത് ഹബ്ലനാ ഫിൽ ഖിയാമത്തി മുശ്ഫിഖാ വലനാ ഇല്ലാ യാ സയ്യിദി ഖൈറൽ നബി അസ്സലാത്തു അലൻ നബി. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സുജൂദ് ചെയ്യാൻ വെള്ളം വെച്ചു കൊടുത്ത റബീഅ റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നു, ചോദിച്ചോളൂ റബീഅ. സ്വഹാബത്ത് മുഴുവൻ ബുദ്ധിമാന്മാരാണ്, അവർ വലിയ പവറുള്ളവരാണ്. ഇംതഹനല്ലാഹു ഖുലൂബഹും ലിത്തഖ്വ, അല്ലാഹു അവരെ സെലക്ട് ചെയ്തതാണെന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞതാണ്. റബീഅ റളിയല്ലാഹു അൻഹു പറഞ്ഞു, മഹ്ലൻ യാ റസൂലല്ലാഹ്, മഹ്ലൻ യാ റസൂലല്ലാഹ്, അല്പം സമയം തരണം, ചിന്തിച്ചിട്ടൊന്ന് ചോദിക്കാം. ലോകത്തിന്റെ നേതാവ് പറഞ്ഞതാ ചോദിക്കാൻ. സ്വർഗം ചോദിക്കുകയല്ല, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ചോദിക്കുകയില്ല, ഒന്ന് ആലോചിച്ചിട്ട് ചോദിക്കട്ടെ. അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നില്ല സമയമൊന്നും തരാൻ പറ്റൂല. അല്ലാഹുവിന്റെ ഹബീബ് സമയം കൊടുക്കുന്നു. റബീഅ റളിയല്ലാഹു അൻഹു ചിന്തിക്കുന്നു, ചോദിക്കുന്നു. അവിടെയാണ് 40 ദിവസം ബുറുദ ചൊല്ലുന്ന, മങ്കൂസ് മൗലിദ് ഓതുന്ന ഹബീബായ തങ്ങളെ പേരിൽ അവിടുത്തെ അനന്തര സ്വത്താകുന്ന ഇൽമ് അത് ഖിയാമം വരെ നിലനിൽക്കുന്നതിന് വേണ്ടി ഒരു മനുഷ്യനെങ്കിലും എനിക്ക് അല്ലാഹു തന്ന സമ്പത്തിൽ നിന്ന് വളർത്തിയെടുക്കണമെന്ന ചിന്തയോടെ ഒരു സംഖ്യ, അതൊരു 25 രൂപ ദിവസം നമ്മൾ നിക്ഷേപിച്ചാൽ ഇൻഷാ അല്ലാഹ് അത് നമുക്കൊരു 40 ദിവസം കൊണ്ട് 1000 ഉറുപ്പിക നമുക്ക് കൊടുക്കാൻ കഴിയും. അല്ലാഹു നമുക്കതിന് തൗഫീഖ് നൽകുമാറാവട്ടെ. നമ്മൾ മനസ്സിലാക്കണം, ഈ ദീന് നമ്മുടെ കയ്യിലെത്തിയിട്ട് ഇല്ലാത്ത സഹാബത്ത് ഉണ്ടാക്കി കൊടുത്തതിന്റെ പേരിലാണ്. ഇത് പറയുമ്പോൾ നമുക്കൊരു തമാശ തോന്നണ്ട. അവര് കുറെ സൂക്ഷിച്ചിട്ടല്ല. മസ്ജിദ് നബവിയുടെ സ്ഥലം വാങ്ങുമ്പോ പണം കൊടുക്കാനില്ല. ഉടമസ്ഥൻ പറഞ്ഞു വെറുതെ തരാം. ലോകത്തിന്റെ നേതാവ് പറഞ്ഞു വെറുതെ വേണ്ട, ഔദാര്യത്തിന് വേണ്ട. എത്രയോ അടിമകൾക്ക് സുജൂദ് ചെയ്യാനുള്ള സ്ഥലം ഒരാളുടെ മിന്നത്തായി കൂടാ. അവിടെയാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അല്ലാഹു അടുത്ത ബറക്കത്ത് കൊണ്ട് നമ്മൾ അല്ലാഹു തരട്ടെ. സിദ്ദീഖ് തങ്ങൾ കോടീശ്വരനല്ല, പക്ഷേ ആഖിറത്തിൽ വലിയ സമ്പാദ്യം ഉണ്ടാക്കിയിട്ടുണ്ട്. സിദ്ദീഖ് തങ്ങളുടെ സദഖയെക്കുറിച്ച്, അതിന്റെ ആത്മാർത്ഥതയെക്കുറിച്ച്, വമാൽ ഫമാലി അഹദിൻ ഇൻദഹു മിൻ നിഅമത്തിൻ തുജ്സ ഇല്ല ബിത്തിഗാ വജ്ഹി റബ്ബിഹിൽ അഅ്ലാ.
എത്ര കോടാനക്കോടി മനുഷ്യർ അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആനിലെ ഈ ആയത്ത് നട്ടപ്പാതിരക്ക് സിദ്ദീഖ് തങ്ങളുടെ സദഖയെ ഓർമ്മപ്പെടുത്തി ചെയ്തുകൊണ്ടിരിക്കുന്നു, പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഉമ്മമാരെ, നമുക്കതിന് സാധിക്കേണ്ടതില്ലയോ? അല്ലാഹു നമ്മുടെ സമ്പത്തിൽ ബറക്കത്ത് ചെയ്യട്ടെ, നമ്മുടെ നാക്കിൽ അല്ലാഹു ബറക്കത്ത് ചെയ്യട്ടെ. റബീഅ റളിയല്ലാഹു അൻഹു പറഞ്ഞു, താമസം തരണം. അല്ലാഹുവിന്റെ ഹബീബ് താമസം കൊടുത്തു. ചോദിച്ചു, അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന. റബീഅ തങ്ങൾക്ക് വേണ്ടത് സ്വർഗ്ഗമല്ല, സ്വർഗ്ഗത്തിലുള്ള ഹൂറുൽ ഐനല്ല, അവിടെയുള്ള പഴങ്ങളല്ല, അവിടെയുള്ള അരുവികളല്ല. അവർക്ക് വേണ്ടത് റസൂലുള്ളാഹി, അവർക്ക് വേണ്ടത് റസൂലുള്ളാഹി. എനിക്ക് അങ്ങയുടെ റഫീഖാകണം. എത്ര ആശിക്യങ്ങളാണ് പറഞ്ഞത്. അല്ലാഹുവിന്റെ ഹബീബില്ലാത്ത സ്വർഗ്ഗമോ? സ്വർഗ്ഗം വേണ്ട. ഏത് സ്വർഗ്ഗമാണ്? ഹബീബായ തങ്ങളെ റഫീഖാകണം. അല്ലാഹുവിന്റെ ഹബീബ് സ്വർഗ്ഗത്തിലെ ഏറ്റവും ഉന്നതമായ സ്ഥാനമാണ്. അല്ലാഹുവിന്റെ ഹബീബിന് പ്രത്യേകമായ സ്ഥാനം കൊടുക്കാൻ വേണ്ടി അല്ലാഹു തീരുമാനിച്ചിട്ടുണ്ട്. ആ തീരുമാനിച്ച തീരുമാനം ആതിഹിൽ വസീലത വൽ ഫളീലത, അതിനോട് മനസ്സ് ചേർന്ന് നിന്ന് ഈ വാക്കൊരു മനുഷ്യൻ പറഞ്ഞാൽ നമ്മൾ പറഞ്ഞിട്ട് വേണ്ട റസൂലുള്ളാഹിക്ക് കൊടുക്കാൻ. പക്ഷേ അല്ലാഹുവിന്റെ ഹബീബിന് സ്ഥാനം കൊടുക്കുമ്പോ ഞാനും അത് അംഗീകരിക്കുന്നു. ഹബീബിനത് കിട്ടേണ്ടതാണ് എന്ന മാനസിക ഒരു പിന്തുണ ഒരു മുഅ്മിനായ മനുഷ്യൻ പ്രഖ്യാപിച്ചാൽ അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, വജബത്ത് ലഹു ശഫാഅത്തി, അവൻ ആഖിറത്തിൽ ഞാൻ ഏറ്റെടുക്കുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. അല്ലാഹുവിന്റെ ഹബീബിന് വസീല കൊടുക്കാൻ നമ്മൾ ചോദിക്കണ്ട, ഫളീല കൊടുക്കാൻ നമ്മൾ ചോദിക്കണ്ട. അല്ലാഹുവിന്റെ ഹബീബിനത് കൊടുക്കുമ്പോൾ ഹബീബായ തങ്ങൾക്കത് കിട്ടേണ്ടതാണ്, അതിനർഹരാണ്. ഞാനത് അംഗീകരിക്കുന്നു. ഹയ്യ അലസ് സ്വലാഹ്, ഹയ്യ അലൽ ഫലാഹ്, വിജയത്തിലേക്ക് വരൂ, നിസ്കാരത്തിലേക്ക് വരൂ എന്ന ഏറ്റവും അഹ്സനു ഖൗലൻ മിമ്മൻ ദഅ ഇലല്ലാഹ്, ഏറ്റവും വലിയ സന്ദേശം വിളിച്ചു പറയുമ്പോ ഈ വിളിയാളം കേട്ടവർക്കും പറഞ്ഞവർക്കും സുന്നത്താണ്. അല്ലാഹുമ്മാതിഹിൽ വസീലത വൽ ഫളീല. അങ്ങനെ പറഞ്ഞാലോ അല്ലാഹുവിന്റെ ഹബീബ് അവന് വേണ്ടി ശഫാഅത്ത് ചെയ്യും. അതാണ് ഞാൻ തുടക്കത്തിലേ പറഞ്ഞത്, അല്ലാഹുവിന്റെ ഹബീബ് ശക്കൂറാണ്. ഹബീബിന് വേണ്ടി ഒരൊറ്റ കലിമത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് ഫലം കാണും. അല്ലാഹു അത്തരം മജ്ലിസാക്കി തരട്ടെ. ഞാൻ അവസാനിപ്പിക്കുന്നു. റബീഅ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അതാ ഞാൻ അങ്ങയുടെ കൂടെ റഫീഖായി സ്വർഗ്ഗത്തിൽ വരണം. അല്ലാഹുവിന്റെ ഹബീബ് ചോദിച്ചു, റബീഅ റളിയല്ലാഹു അൻഹുവിന്റെ വലിയ ചോദ്യത്തിന് മുമ്പിൽ ചോദിച്ചു, അവ ഗൈറ ദാലിക, ഓ റബീഅ, ഇത് വല്ലാത്ത ചോദ്യമായി, വേറെന്തെങ്കിലും പോരെ? എനിക്ക് ഇത് തന്നെ വേണം, എനിക്ക് ഇത് തന്നെ വേണം. അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, ഫഅഇന്നി, എങ്കിൽ നീ എന്നെ ഹെൽപ്പ് ചെയ്യണം, സഹായിക്കണം. ബികസറത്തി സുജൂദ്, സുന്നത്തായ നിസ്കാരങ്ങൾ വർദ്ധിപ്പിക്കണം. ഫാത്തിഹയും സൂറത്തൊക്കെ ഓതി വളരെ ഭംഗിയായി നിസ്കരിക്കണം. അല്ലാഹു നമുക്കതിന് തൗഫീഖ് നൽകുമാറാവട്ടെ. ഇൽമിൽ ബറക്കത്ത് വേണോ? അല്ലാഹുവിനെ പരിഗണിക്കണം, അല്ലാഹുവിന്റെ ഹബീബുമായി ബന്ധപ്പെടണം. ഇൻഷാ അല്ലാഹ് ഈ 40 ദിവസത്തെ മജ്ലിസ് നടക്കുമ്പോൾ മങ്കൂസ് മൗലിദ് ഓതുമ്പോ, സൂറത്ത് യാസീൻ ഓതുമ്പോ, ബുറുദ ചൊല്ലുമ്പോ, ദിആഉൽ ഹദിയയിൽ ഹദിയ നിക്ഷേപിക്കുമ്പോ നമുക്ക് ഏറ്റവും പ്രധാനം നമ്മുടെ ആഖിബത്താണ്. അല്ലാഹു നന്നാക്കി തരട്ടെ. നിങ്ങൾ ചിന്തിച്ചു നോക്ക്, ഈ 40 ദിവസം നമ്മുടെ വീട്ടിലിരുന്ന് മൗലിദ് ഓതുമ്പോ നമുക്ക് ചിന്തിക്കണം, എന്നും പരമാവധി ഒരു സദസ്സ് സംഘടിപ്പിച്ച് അവിടെ തന്നെ ഇരുന്ന് ഓതണം. അതിനൊക്കെ മഹത്വമുണ്ട്. അങ്ങനെ ഓതുമ്പോ നമ്മൾ ചിന്തിക്കണം, അല്ലാഹ് 40 ദിവസം ഈ മജ്ലിസിൽ മൗലിദ് ഓതിയ എനിക്ക് ഈ റൂമിൽ കിടന്നു മരിക്കണം. തിരൂര് ഭാഗത്ത്, പുല്ലൂര് ഭാഗത്ത് ഖിദ്ർ ഹാജി, അദ്ദേഹം മരിച്ചുപോയി. അദ്ദേഹം എങ്ങനെയാണ് മരിച്ചുപോയത്? തഹജ്ജുദ് നിസ്കരിക്കുമ്പോ അദ്ദേഹം നട്ടപ്പാതിരക്ക് എണീറ്റ് ഖുർആൻ ഓതുന്ന ആ റൂം വളരെ കുടുസാണ്. അദ്ദേഹം സമ്പന്നനാണ്, കോടീശ്വരനാണ്, ബിസിനസ്സുകാരനാണ്. ആർക്കും പ്രവേശനമില്ലാത്ത, കൂടുതൽ സൗകര്യങ്ങളില്ലാത്ത ആ ഒരു റൂമിൽ നട്ടപ്പാതിരക്ക് അതാ തഹജ്ജുദ് നിസ്കരിച്ച് സുജൂദിൽ കിടക്കുമ്പോഴാണ്
ഒരു ബിസിനസ് ചെയ്യുന്ന മുഅ്മിനായ മനുഷ്യൻ മരണപ്പെട്ടത് സാധാരണ അതാ സുബ്ഹിയുടെ സുന്നത്ത് നിസ്കരിച്ച് ജമാഅത്തിന് വേണ്ടി പള്ളിയിലേക്ക് പോകുന്ന ഖിദർ ഹാജി ജമാഅത്തിന് പോകാതെ കാണുമ്പോൾ റൂമിൽ ചെന്ന് വീട്ടുകാര് നോക്കുമ്പോൾ സുജൂദിൽ കിടന്ന് മരിച്ചിട്ടുണ്ട്. അല്ലാഹു ദർജ വർദ്ധിപ്പിക്കട്ടെ, അല്ലാഹു ആഖിറം വെളിച്ചമാക്കട്ടെ. മരിക്കണം ഉമ്മമാരെ നമുക്ക് മങ്കൂസ് മൗലിദ് ഓതിയ റൂമിൽ വെച്ച്, സൂറത്തു യാസീൻ ഓതിയ റൂമിൽ വെച്ച്, ദിക്ർ ചൊല്ലിയ മജ്ലിസിൽ വെച്ച്, അങ്ങനെയല്ലേ മഹാന്മാര് ചിന്തിച്ചത്. അതിന് ഏറ്റവും വലിയ ലക്ഷ്യം റിയാദത്തുൽ അഹ്ബാബ് കൊണ്ട് ലക്ഷ്യമാക്കണം. അതുപോലെ ഇന്ന് ഏറ്റവും കൂടുതൽ ഭയപ്പെടേണ്ട, വളരെ ആശങ്കയുള്ള, ഏത് മനുഷ്യനെയും അലട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നമാണ് നമ്മുടെ മക്കൾ. അല്ലാഹു നന്നാക്കി തരട്ടെ. ഏത് മക്കളെ എവിടെ കൊണ്ടുപോയി ചേർത്താലും ആ മക്കൾക്ക് വഴികേട് വരാൻ ഒരു പ്രയാസവുമില്ല. പഴയ കാലത്തൊക്കെ നമ്മൾ ദുർസിലേൽപ്പിക്കുമ്പോ അല്ലെങ്കിൽ അവിടെ ഏൽപ്പിക്കുമ്പോ ഇവിടെ ഏൽപ്പിക്കുമ്പോ നമുക്കൊരു സമാധാനമായിരുന്നു. അല്ലാഹു നമ്മുടെ മക്കളെ നന്നാക്കി തരട്ടെ. ആ ലക്ഷ്യം നമുക്ക് വേണം. നമ്മുടെ ഈ റിയാദത്തുൽ അഹ്ബാബിന്റെ ഓർമ്മകളും അതിന്റെ അനുഭവങ്ങളും ഒക്കെ നമുക്ക് പിന്നീട് പറയാം. ഈ അഞ്ചാമത്തെ തവണ റിയാദത്തുൽ അഹ്ബാബ് തുടങ്ങുമ്പോൾ എത്ര ആളുകൾക്കാണ് ഇതുകൊണ്ടുള്ള സന്തോഷം. ഈ സന്തോഷത്തിന് മുഴുവൻ കാരണമായി നിധാനമായി ഈ സദസ്സ് നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന ശൈഖുന അല്ലാഹു ആഫിയത്തുള്ള ദീർഘ ആയുസ്സ് നൽകുമാറാവട്ടെ. ഉമ്മമാരെ ബുറുദ ചെല്ലുമ്പോ, ഉമ്മമാരെ നമ്മൾ മങ്കൂസ് മൗലിദ് ഓതുമ്പോ കൽബ് പൊട്ടിയിട്ട് ഉസ്താദിന്റെ രോഗശമനത്തിന് വേണ്ടി ദുആ ചെയ്താൽ മദീനയിൽ നിന്ന് ആ വിഷമം അറിയും. അല്ലാഹു ഹബീബ് നമ്മുടെ ശൈഖുനെ ഏറ്റെടുക്കുന്ന ഒരു വല്ലാത്ത ഭാഗ്യം നൽകുമാറാവട്ടെ. അല്ലാഹു രോഗം ശിഫയാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ സ്ഥാപനത്തിനു തന്നെ റിയാദത്തുൽ അഹ്ബാബുമായി ബന്ധപ്പെട്ട് വലിയ ഒരു ബറക്കത്ത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പാഠമാണ്, നമുക്ക് അനുഭവമാണ്. അല്ലാഹ് ഈ മഹത്തായ മജ്ലിസിൽ ആര് പങ്കെടുക്കുന്നു അവരുടെ മുഴുവൻ രോഗങ്ങൾ നീ ശിഫയാക്കണം അല്ലാഹ്. അതേ പല ആളുകളും പല വിഷമങ്ങളായി പ്രയാസങ്ങളായി ഉള്ളവരുണ്ട്. അതേ പള്ളിയിൽ ഖിദ്മത്ത് ചെയ്യുന്ന, മദ്രസയിൽ പഠിപ്പിക്കുന്ന ഒരു മുഅല്ലിമ്, അതാ അവർക്ക് ചെറിയൊരു രോഗം പറ്റി, അവര് വീട്ടിലാണോ നീ ശിഫ കൊടുക്കണം അല്ലാഹ്. അവർക്ക് നീ ശിഫ നൽകണം അല്ലാഹ്, ആഫിയത്ത് നൽകണം റഹ്മാനേ. കടങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ടോ നീ രക്ഷപ്പെടുത്തണം അല്ലാഹ്. രോഗങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ടോ നീ രക്ഷപ്പെടുത്തണം റഹ്മാനേ. അതോടുകൂടി കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നാം ശ്രദ്ധിച്ചതുപോലെ ഓരോ ആളുകളും അവര് മുഖേന ഒരു 10 പേരെയെങ്കിലും റിയാദത്തുൽ അഹ്ബാബിൽ മെമ്പറാക്കി നമ്മളുടെ പ്രവർത്തനം കൊണ്ട് റൗളത്തു ഷരീഫയിലേക്ക് 40 ദിവസം ബുറുദയും മങ്കൂസ് മൗലിദും സൂറത്തു യാസീനും കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നാം ചെയ്തതുപോലെ 300 സലാത്ത്, അതൊരു വക്ത് നിസ്കാരത്തിന് 60 സലാത്ത് സൂക്ഷിച്ചാൽ നമുക്കത് പൂർത്തീകരിക്കാൻ കഴിയും. പരമാവധി സലാത്ത് ചൊല്ലണം. വെള്ളിയാഴ്ച മുതഅല്ലിമീങ്ങൾ സലാത്ത് വർദ്ധിപ്പിക്കണം. 3 ദർസിലുള്ള കുട്ടികളോടൊക്കെ വ്യാഴാഴ്ചയും സലാത്ത് ചൊല്ലുന്നതിനെ കുറിച്ച് അന്വേഷിക്കുകയും ശനിയാഴ്ചയും അന്വേഷിക്കും. സലാത്ത് വർദ്ധിപ്പിക്കണം. അതാണ് നമുക്ക് രക്ഷപ്പെടാനുള്ള വഴി, ഇൽമ് കിട്ടുവാനുള്ള വഴി, ഉള്ള ഇൽമിൽ ബറക്കത്ത് ലഭിക്കുവാനുള്ള വഴി. ഹബീബായ തങ്ങൾ നമ്മളിലേക്കൊന്ന് തിരിഞ്ഞു നോക്കിയാൽ നമ്മുടെ ആഖിറവും നമ്മുടെ ദുനിയാവും രക്ഷപ്പെടും. അല്ലാഹുവേ, അത്തരമൊരു മജ്ലിസായി റിയാദത്തുൽ അഹ്ബാബിന്റെ മജ്ലിസ് നീ ഖബൂലാക്കണം റഹ്മാനേ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫിഉ മസീദ. اللهم صل وسلم وبارك على رسولك سيدنا ومولانا محمد وعلى آل رسولك وأصحاب رسولك وأزواج رسولك سيدنا ومولانا محمد. اللهم أنزله المقعد المقرب عندك يوم القيامة. غفارايا خالقايا رازقايا رحمانايا كريمايا لطيفايا ودودايا الله. ഇവിടെ വന്ന എല്ലാ അമ്പിയാക്കളും അല്ലാഹുവിൻ്റെ ഹബീബിൻ്റെ വിശേഷണവും സ്വഭാവവും കുടുംബവും പ്രബോധനം ചെയ്യുന്ന സമയങ്ങളും നാടും പ്രദേശവും ഒക്കെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാ അമ്പിയാക്കളുടെയും ലക്ഷ്യം രണ്ടാണ്.
ഒന്ന് അള്ളാഹുവിൻ്റെ തൗഹീദിലേക്ക് ക്ഷണിക്കലും, രണ്ട് റസൂലുള്ളാഹിനെ പരിചയപ്പെടുത്തലാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹ് 40 ദിവസം പാവങ്ങളായ ഞങ്ങൾ ഉദ്ദേശിക്കുന്ന മജ്ലിസ് നിന്റെ ഹബീബിൻ്റെ ഹഖ് ജാഹ് ബറക്കത്ത് കൊണ്ട് നീ കബൂലാക്കണം അല്ലാഹ്. ഒരു ദിവസം മുടങ്ങാതെ അതിലാത്മാർത്ഥമായി പങ്കെടുക്കുകയും ഈ മജ്ലിസിൽ വന്ന് പ്രസംഗിക്കുന്നതോ ദുആ ചെയ്യുന്നതോ നേതൃത്വത്തിനല്ല. അതേ സ്ഥാനത്ത് ഞങ്ങൾ ഇതിൻ്റെ ഖാദിമീങ്ങളാണ്. ഞങ്ങളെ ഉസ്താദിന്റെ നിർദ്ദേശമാണ്. അത് ഞങ്ങളിൽ നിന്നൊരു ഖിദ്മയായി നീ കബൂലാക്കണം അല്ലാഹ്. അതിൻ്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങള് കരളിന്റെ കഷ്ടങ്ങളായ മുതഅല്ലിമീങ്ങളെയും ഞങ്ങളെ സ്വന്തം മക്കളെയും നീ നന്നാക്കി തരണം അല്ലാഹ്. അവർക്കൊക്കെ ഹബീബിനോട് ഹുബ്ബ് വർദ്ധിപ്പിക്കണം അല്ലാഹ്. വേഷത്തിലും അതുപോലെ ഭാഷയിലും എല്ലാത്തിലും ഹബീബിനെ ചിന്തിക്കുന്ന കൽബ് നൽകണം അല്ലാഹ്. ഞങ്ങളെ വീടുകൾ നീ ഹബീബിന് സമർപ്പിക്കുന്ന വീടുകളാക്കണം റഹ്മാനെ. ഹബീബ് പൊരുത്തപ്പെടുന്ന വീടുകളാക്കണം അല്ലാഹ്. അല്ലാഹ് റിയാദത്തുൽ അഹ്ബാബിൽ ആര് നയാ പൈസ സ്വീകരിക്കുന്നു, അതെ ആ പൈസ അതിൽ കൊണ്ടുവന്ന് ശേഖരിച്ച് ഈ മഹത്തായ സ്ഥാപനത്തെ ഏൽപ്പിക്കുന്നു. അൽഹംദുലില്ലാഹ്, ഇന്നുവരെ ഈ സ്ഥാപനത്തിന് വേണ്ടി, ദീനിന്റെ സ്ഥാപനത്തിന് വേണ്ടി നൽകിയ ഒരു ഉറുപ്പിക പോലും നിനക്കറിയാം റബ്ബേ. ഞങ്ങളെ സ്വന്തം ആവശ്യത്തിന് എടുത്തിട്ടില്ല. നീ അത് സാക്ഷിയാണ്. ഈ നൽകിയവർക്ക് മുഴുവൻ നീ വലിയ ബറക്കത്ത് നൽകണേ അല്ലാഹ്. അവരെ കടങ്ങളൊക്കെ വീട്ടി കൊടുക്കണേ അല്ലാഹ്. വിറ്റുപോകേണ്ട സാധനങ്ങൾ അതിന്റെ വിൽപ്പന എളുപ്പമാക്കണേ അല്ലാഹ്. കല്യാണം ശരിപ്പെടേണ്ടവരുണ്ട്. ഒതുക്കുങ്ങൽ പ്രദേശത്തുള്ള ഒരു മോമിനായ മനുഷ്യൻ എപ്പോഴും നമ്മളെ സഹായിക്കുന്നവരാണ് അല്ലാഹ്. അവരുടെ മകന് നല്ല ഒരു ഖൈറായ ഭാര്യയെ നീ നൽകണം റഹ്മാനെ. നീ അത് നൽകണം അല്ലാഹ്. നമ്മുടെ ഈ മഹത്തായ സ്ഥാപനത്തിന് എപ്പോഴും ശൈഖുനയുടെ കൂടെ നിന്ന് സഹായിക്കുന്ന വലിയ ഒരു വ്യക്തിത്വമാണ് മംബഉൽ ഉലമയുടെ പ്രസിഡന്റ് കൂടെയായ സയ്യിദ് സിറാജ് തങ്ങൾ. മുതഅല്ലിമീങ്ങൾക്കൊക്കെ സിറാജ് തങ്ങളുടെ പേര് പരിചയമുണ്ട്, വ്യക്തിയെ പരിചയമുണ്ട്. അൽഹംദുലില്ലാഹ്, നമ്മുടെ ഈ സ്ഥാപനത്തിന്റെ ക്യാൻറ്റീൻ അതിന്റെ ഉദ്ഘാടനം ചെയ്തപ്പോൾ 7 ദിവസത്തെ ഭക്ഷണം അവരുടെ കെയർ ഓഫിൽ, അൽഹംദുലില്ലാഹ്, നീ അത് കബൂലാക്കണം അല്ലാഹ്. ഇൻഷാ അല്ലാഹ് റിയാദത്തുൽ അഹ്ബാബിന്റെ ഭക്ഷണ വിതരണം 40 ദിവസം ബുറുദ ചൊല്ലിയ, മങ്കൂസ് മൗലിദോദിയ, സൂറത്തു യാസീനോദിയ, ബിആഉൽ ഹദിയയിൽ ഹദിയ സമർപ്പിച്ച, അതുപോലെയുള്ള ഖൈറാത്തുകൾ ചെയ്ത എത്രയോ പ്രായം ചെന്ന ഉമ്മമാര്, എന്റെ ശബ്ദം ശ്രവിക്കുന്നവർ കേൾക്കണം. ബഹറുൽ ഉലൂം ഒക്കെ ഉസ്താദിന്റെ പ്രായം ചെന്ന ഭാര്യ നമ്മുടെ റിയാദത്തുൽ അഹ്ബാബിൽ മെമ്പറാണ്. ഇതുപോലെ ഹബീബായ തങ്ങളുടെ അഹ്ലു ബൈത്തിൽപ്പെട്ട എത്രയോ പ്രായം ചെന്ന ഉമ്മമാര് ഇതിലംഗമാണ്. അവർക്കൊക്കെ നീ ആഫിയത്തുള്ള ദീർഘ ആയുസ് നൽകണം റഹ്മാനെ. ഈ മുഅ്മിനീങ്ങൾക്ക് മുഴുവൻ അതാ വലിയ ബഹുമാനത്തോടുകൂടി പേരിനൊരു ഭക്ഷണം കൊടുക്കുക എന്നതിലുപരി ആ വീട്ടിലെന്ന് കഴിക്കാൻ ആവശ്യമായ ഭക്ഷണം വളരെ ഭംഗിയായി ആദരവോടെ ബുറുദ ചൊല്ലിയ, മങ്കൂസ് മൗലിദോദിയ, സൂറത്തു യാസീനോദിയ, ഇൽമിനെ സഹായിച്ച മുഅ്മിനീങ്ങൾക്ക് മുഅ്മിനാത്തുകൾക്ക് എന്ന ബഹുമാനത്തോടുകൂടി റിയാദത്തുൽ അഹ്ബാബിന്റെ ഭക്ഷണ വിതരണം അതിലേക്ക് ഇൻഷാ അല്ലാഹ് നമ്മുടെ സിറാജ് തങ്ങളുടെ കെയർ ഓഫിൽ ഇബ്രാഹിം എന്ന് പറയുന്ന ഒരു മുഅ്മിനായ മനുഷ്യൻ എല്ലാ വർഷവും തരാറുണ്ട്. അൽഹംദുലില്ലാഹ്, ഈ വർഷവും ഒരു പോത്തിനെ ഏറ്റിട്ടുണ്ട്. നീ അത് കബൂലാക്കണം റഹ്മാനെ, നീ അത് കബൂലാക്കണം അല്ലാഹ്. തോട്ടക്കാട് പ്രദേശത്തുള്ള റഫീഖ്, ആ ചെറുപ്പക്കാരനോട് ഞാൻ ഒരു 100 കിലോ ഇറച്ചി, 1 കിൻഡൽ ഇറച്ചി ചെറുപ്പക്കാരായ ആളുകളോടൊക്കെ 1 കിലോ 2 കിലോ പറഞ്ഞ് നിങ്ങളത് സംഘടിപ്പിക്കണമെന്ന് പറഞ്ഞു. അൽഹംദുലില്ലാഹ്, ഏകദേശം 30 കിലോനായി പൂർത്തീകരിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നമുക്കത് വലിയൊരു അമലാണ്. ഈ ചെറുപ്പക്കാർ മുഴുവൻ അവർ അല്ലാഹു നൽകിയ ആരോഗ്യം കൊണ്ട് അധ്വാനിച്ച് 1 കിലോ 2 കിലോ മാംസത്തിന്റെ സംഖ്യ അവർ തരുമ്പോൾ എത്ര പ്രദേശത്തതെത്തും.
അല്ലാഹുവേ നീ അത് കബൂലാക്കണം അല്ലാ. അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന റഫീഖിന് ബറക്കത്ത് ചെയ്യണേ അല്ലാ. അതുപോലെ കൊടുക്കുന്ന ഒരുപാട് പാവങ്ങളുണ്ട്, എനിക്കറിയാം. ആ കൂട്ടത്തിൽ വീടില്ലാത്തവരുണ്ട്, നീ ഏറ്റെടുക്കണം റഹ്മാനെ. മക്കളില്ലാത്തവരുണ്ട്, നീ ഏറ്റെടുക്കണം അല്ലാ. അവരിൽ നിന്ന് ഉമ്മമാര് ഉപ്പമാര് മരിച്ചുപോയവരുണ്ട്, നീ പുറത്തു കൊടുക്കണം അല്ലാ. ആരുന്നില്ല ഹബീബിന്റെ പേരിൽ ബുറുദ ചൊല്ലിയ, മങ്കൂസ് മൗലിദോദിയ, സ്വലാത്ത് ചൊല്ലിയ, ബിആഉൽ ഹദിയയിൽ ഹദിയ സമർപ്പിച്ച വിശ്വാസികൾക്ക് ഭക്ഷണം നൽകാൻ ആര് പ്രവർത്തിച്ചിട്ടുണ്ടോ അവർക്ക് മുഴുവൻ നീ സ്വർഗീയ ഭക്ഷണങ്ങൾ നൽകണം അല്ലാ. ഹബീബായ തങ്ങളുടെ ശഫാഅത്ത് നീ നൽകണം റഹ്മാനേ. അല്ലാഹുവേ, ഞങ്ങൾ ഇതുവരെ പറഞ്ഞത് ഞങ്ങൾ ആഖിറത്തിന് വേണ്ടിയാണ്. ഞങ്ങളുടെ ജീവിതം നിനക്കറിയാം. ഞങ്ങൾ അമ്പിയാക്കളല്ല, ഔലിയാക്കളല്ല, പാപികളായ ദോഷികളാണ്. ഞങ്ങളുടെ ജീവിതത്തിൽ നീ പൊരുത്തപ്പെടാത്ത പലതും സംഭവിച്ചിട്ടുണ്ട്. നീ മജ്‌ലിസിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങൾക്ക് മാപ്പ് തരണേ അല്ലാഹ്. ബാക്കിയുള്ള ജീവിതം എത്രയാണെന്ന് ഞങ്ങൾക്കറിയില്ല. ഞങ്ങൾക്ക് നീ പൊരുത്തപ്പെടുന്ന ആയുസ്സ് തന്നു ഈമാനോടെ ഞങ്ങളെ സലാമത്താക്കണം റഹ്മാനെ. രോഗികളായി ഞങ്ങൾ ചെയ്യുന്ന ചെറിയ ചെറിയ ഖിദ്മത്ത് മുടങ്ങി ഞങ്ങളെ മക്കളോ ഭാര്യമാരോ ബന്ധപ്പെട്ടവരോ ഞങ്ങളെ കൊണ്ട് ശുഗലാകുന്ന ഒരവസ്ഥ നീ നൽകരുത് റഹ്മാനെ. കഴിഞ്ഞ റിയാദയിലൊക്കെ സജീവമായി പ്രവർത്തിച്ച ഞങ്ങൾക്കൊരിക്കലും മറക്കാൻ കഴിയാത്ത ശൈഖുനയുടെ മക്കളിൽപ്പെട്ട ജമാൽ ബാഖവി, അവരുടെ ഖബറിലേക്ക് ഈ സദസ്സിന്റെ വലിയ പ്രതിഫലം നീ എത്തിച്ചു കൊടുക്കണേ അല്ലാ. വിധവയായി യതീമുകളെ ഏറ്റെടുത്ത അവരുടെ ഭാര്യ ഞങ്ങൾ റിയാദത്തുൽ അഹ്ബാബിലും പ്രത്യേകിച്ച് ഈ മഹത്തായ സ്ഥാപനത്തിൽ ഇതിന്റെ കടങ്ങൾ വീട്ടുന്നതിന് വേണ്ടി നിസ്കാരക്കുപ്പായ ചലഞ്ച് പ്രഖ്യാപിച്ചപ്പോൾ അതിനുവേണ്ടി ഏത് അവസരവും ഉപയോഗപ്പെടുത്തി പ്രവർത്തിച്ച ആ സഹോദരിയെ ഹബീബായ തങ്ങളുടെ ദീനിന്റെ ഖിദ്മത്തിൽ ഹബീബായ തങ്ങളുടെ ഉമ്മയെപ്പോലെ സമ്പത്തും സാന്ത്വന വാക്കും നൽകി സഹായിച്ച ഖദീജ ബീവിയുടെ ബറക്കത്ത് കൊണ്ട് ആ സഹോദരിയെ നീ ഏറ്റെടുക്കണം റഹ്മാനെ. അവരെ മക്കളെ നന്നാക്കണം അല്ലാ. അവരെ വിഷമങ്ങളൊക്കെ തീർക്കണം റഹ്മാനെ. ഇതുപോലെ ഞങ്ങളിൽ നിന്ന് വിട്ടുപിരിഞ്ഞ പലരും ഉണ്ട്. എല്ലാവരുടെ ഖബറും നീ വെളിച്ചമാക്കണം റഹ്മാനെ. ഈ മഹത്തായ റിയാദത്തുൽ അഹ്ബാബ് തുടങ്ങുമ്പോൾ അതിന്റെ ആദ്യത്തെ വർഷം ഇതിലേക്ക് മൗലിദി കിതാബ് നൽകിയവർ നിനക്കതറിയാം, ഞങ്ങളെ കൽബിലുണ്ട് റഹ്മാനെ. അവർക്കൊക്കെ നീ വലിയ ബറക്കത്ത് നൽകണേ അല്ലാ. തഅജീലുൽ ഫുതൂഹും ഹബീബായ തങ്ങളെ മൗലിദിന്റെ കിതാബും എത്ര ചെലവ് വന്നാലും അത് ഞാൻ ഏറ്റെടുത്തെന്ന് പറഞ്ഞ അബ്ദുൽ അസീസ് ഹാജി അത്തോളി, അദ്ദേഹത്തെ നീ ഏറ്റെടുക്കണം റഹ്മാനെ. ശൈഖുനയുടെ എല്ലാ സംരംഭത്തിലും ഒരു ശിഷ്യനേക്കാൾ ആവേശത്തോടെ കൂടെ നിന്ന് ശൈഖുനയുടെ സുഖവിവരങ്ങൾ അന്വേഷിച്ച് ഈ സ്ഥാപനത്തിലേക്ക് വരുമ്പോ കുട്ടികൾക്കുള്ള ഭക്ഷണത്തിനാവശ്യമായ അരിയും തൂക്കിപ്പിടിച്ച് ഞങ്ങളെ രക്ഷിതാവിനെ പോലെ പ്രവർത്തിക്കുന്ന കുറ്റിപ്പുറത്തുള്ള സുലൈമാൻ ഹാജിയെ ഈ സദസ്സ് തവസ്സുലാക്കി ചോദിക്കുന്നു റഹ്മാനെ. അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ കബൂലാക്കണം അല്ലാ. അവർക്ക് നീ ബറക്കത്ത് ചെയ്യണം അല്ലാ. അവർക്ക് മക്കളില്ല റഹ്മാനെ. അല്ലാ, ഇൽമ് പഠിക്കുന്ന മക്കളെ അങ്ങേറ്റം സ്നേഹിച്ച് ആവുന്നതൊക്കെ കൊണ്ടുതന്ന അദ്ദേഹത്തിന് ഞങ്ങളൊക്കെ ചെയ്യുന്ന സകല സേവനത്തിന്റെയും പ്രതിഫലം അദ്ദേഹത്തിന്റെ ഹസനത്തിൽ നീ വർദ്ധിപ്പിക്കണം റഹ്മാനെ. അവസാനം ഈ തായുന്ന ദുനിയാവിൽ നിന്ന് ഇന്നത്തെ ഈ സദസ്സിൽ ഇന്ന് ശൈഖുന ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ ചോദിച്ചത് കുട്ടികൾക്ക് ഇന്ന് എന്തെങ്കിലും പരിപാടി ഉണ്ടോയെന്ന്. നമ്മളൊറ്റയ്ക്ക് കുട്ടികളെന്ന് ചോദിച്ചപ്പോൾ ദർസിലെ കുട്ടികൾക്ക് എന്നാ കേട്ടത്. അപ്പോൾ ഇല്ലയെന്ന് മറുപടിയും പറഞ്ഞു. ഞാൻ ചോദിച്ചു ഇവിടുത്തെ കുട്ടികൾക്ക്, ICSലെ കുട്ടികൾക്ക്. അപ്പോൾ എന്താ പരിപാടി ചോദിക്കുന്നത്, ചെല്ലാനും പറയാനൊന്നല്ല. ഉസ്താദ് ചോദിക്കുന്നു ഭക്ഷണം ഉണ്ടോയെന്ന്, സ്പെഷ്യൽ ഭക്ഷണം. അല്ലാഹു തആല ശൈഖുനാക്ക് ആഫിയത്ത് നൽകുമാറാവട്ടെ. ഏത് സമയത്തും ഉസ്താദിൻ്റെ ഒരവസ്ഥ മൈൻഡ് അങ്ങനെയാണ്. നമ്മൾ മനസ്സിലാക്കണേ, ഉസ്താദിന് സുഖമില്ല, നീ ശിഫ നൽകണം അല്ലാഹ്.
പനി. അതിൻ്റെ കാരണം ഇതുവരെ ഡോക്ടർമാർ കണ്ടെത്തിയിട്ടില്ല, ഞങ്ങൾക്കറിയില്ല. അല്ലാഹുവേ, ഞങ്ങളെ വാപ്പ, ഞങ്ങളെ ഉമ്മ ഒരുപക്ഷേ അങ്ങനെ ചിന്തിച്ചു കൊള്ളണമെന്നില്ല. ഞങ്ങളെ വാപ്പാരോട് ഞങ്ങളെ ഉമ്മാരോട് ഞങ്ങൾക്ക് വലിയ കടപ്പാടുണ്ട്, അത് ഞങ്ങൾ മറക്കുകയല്ല. അല്ലാഹുവേ, ഞങ്ങളെ ഇൽമിൻ്റെ വഴിയിൽ പറഞ്ഞയച്ച വാപ്പമാർക്ക് നീ പുറത്തു കൊടുക്കണേ അല്ലാ. അവരെ ഖബറൊക്കെ വിളിച്ചാക്കണേ അല്ലാ. ഞങ്ങൾ ചെയ്യുന്ന അമലുകളെ കൊണ്ട് അവരെ ഖബർ നീ 100 നിറക്കണം റഹ്മാനെ. 24 മണിക്കൂറും ഞങ്ങൾക്ക് വേണ്ടി ചിന്തിക്കുന്ന ശൈഖുന നീ ആഫിയത്ത് കൊടുക്കണം റഹ്മാനെ. അൽഹംദുലില്ലാ, ഇന്നത്തെ സദസ്സിൽ ചീരിണി ചെറിയപ്പോക്കെ മുട്ടശ്ശേരി ഉബൈസദിയുടെ ജ്യേഷ്ഠൻ ഭാര്യയുടെ ഉമ്മയുടെ 40 താലിമ്യങ്ങൾക്ക് ചീരിനി കൊണ്ടുവന്നിട്ടുണ്ടെന്ന് നീ അത് കബൂലാക്കണേ അല്ലാ. ആ ഉമ്മയുടെ ഖബർ വെളിച്ചാക്കണേ അല്ലാ. ആ ഉമ്മക്ക് നീ ഹബീബായ തങ്ങളെ ശഫാഅത്ത് നൽകണേ അല്ലാ. ആ ഉമ്മയെയും ഞങ്ങളെയും ഹബീബായ തങ്ങളെ ജിവാറിൽ റബീഅ റളിയല്ലാഹു അൻഹുവിൻ്റെ ബറക്കത്ത് കൊണ്ട് സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂട്ടണം റഹ്മാനെ. അവസാനം ഈ തായുന്ന ദുനിയാവിൽ നിന്ന് ഞങ്ങളൊക്കെ വിട പറയുമ്പോൾ ഞങ്ങൾ 40 ദിവസം ബുർദ ചൊല്ലിയ, മൗലിദോദിയ, സൂറത്ത് യാസീനോദിയ നല്ല സദസ്സിൽ വെച്ച് ഞങ്ങളെ പരിസരത്ത് മുതഅല്ലിമീങ്ങളും സാലിഹീങ്ങളും ഒക്കെ നിന്ന് ഞങ്ങൾ ആരോഗ്യകാലത്ത് ആവേശത്തോടുകൂടി ഞങ്ങൾ ഓതിയ സൂറത്തു യാസീനും ബുർദയും ഒക്കെ ചൊല്ലി, അല്ലാഹുവേ, നിന്റെ ദിക്റുകൾ, നിന്റെ പരിശുദ്ധ ഖുർആൻ കേട്ടുകൊണ്ട് ഞങ്ങൾക്ക് ഏറ്റവും വലിയ സൃഷ്ടികളിൽ കാണാൻ ആഗ്രഹമുള്ള ഹബീബായ തങ്ങളെ മുനവ്വറായ വജ്ഹ്, ആ വല്ലാത്ത ഒരു മുഖം കണ്ട് മരിക്കാൻ പാപികളായ ഞങ്ങൾക്ക് ഈ സദസ്സ് കാരണമാക്കി തരണേ അല്ലാ. ഞങ്ങൾ ചൊല്ലിയത് കബൂലാക്കണേ അല്ലാ. ഈ മഹത്തായ റിയാദത്തുൽ അഹ്ബാബിൽ ആളുകളെ ചേർക്കുന്നതിന് വേണ്ടി ഒരു ദിവസം മുതഅല്ലിമീങ്ങൾ എത്രയോ ആളുകളെ വിളിച്ച് ബന്ധപ്പെട്ടിട്ടുണ്ട്. ആ മുതഅല്ലിമീങ്ങൾക്കൊക്കെ വലിയ ഒരു ഖിദ്മത്തായി അത് നീ കബൂലാക്കണം അല്ലാ. മദീനയുമായുള്ള ഒരു ബന്ധമാക്കി തരണേ അല്ലാ. ഹബീബിന് വേണ്ടി എത്ര സമയം സമർപ്പിച്ചാലും അത് ഞങ്ങൾക്ക് നഷ്ടമല്ലെന്ന് മാത്രമല്ല, ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു സമയം അതിനോട് കടപിടിക്കുന്ന വേറൊരു സമയമില്ല. അത്തരം ഒരു അമലായി കബൂലാക്കണേ അല്ലാ. ഈ സ്ഥാപനത്തിൽ സേവനം ചെയ്യുന്ന ഉസ്താദുമാർ, അവർക്കൊക്കെ നീ വലിയ ബറക്കത്ത് നൽകണേ അല്ലാ. അവരൊരു സാമ്പത്തിക ലക്ഷ്യമല്ല, അവരുടെ സ്വന്തം മക്കളെ പോലെ കുട്ടികളെ ഏറ്റെടുത്ത് ഈ സ്ഥാപനത്തിന് ആവശ്യമായ സജ്ജീകരണങ്ങൾ, സൗകര്യങ്ങൾ ഏതൊക്കെ മേഖലകളിലുള്ള ആളുകളുമായി ബന്ധപ്പെട്ട് അത് സംഘടിപ്പിക്കാൻ കഴിയുമോ അതിനുവേണ്ടി പ്രവർത്തിക്കുന്നവരാണെന്ന് ഞങ്ങളെക്കാൾ നിനക്കറിയാം. അത് വലിയ സന്തോഷമാണ്. നീ അത് നിലനിർത്തി തരണം റഹ്മാനെ. അലാവുദ്ദീൻ മുസ്ലിയാരുടെ ഉപ്പ നൽകിയ സംഭാവന കബൂലാക്കണം അല്ലാ. നമ്മുടെ ബാബ മുസ്ലിയാർ മുസ്തഫ സഖാഫി, അവരുടെ ഉമ്മ ദിവസങ്ങളോളമായി റിയാദത്തുൽ അഹ്ബാബിന്റെ മജ്ലിസ് എന്ന് തുടങ്ങുന്നു എന്ന് അന്വേഷിക്കുന്നു. അല്ലാഹുവേ, ഉമ്മക്ക് ആഫിയത്ത് കൊടുക്കണം അല്ലാ. വിട്ടുപിരിഞ്ഞ മായി മുസ്ലിയാർ, അവരുടെ ഉപ്പ നീ പുറത്തു കൊടുക്കണം അല്ലാ. ദറജ വർദ്ധിപ്പിക്കണം അല്ലാ. അവരുടെ ജ്യേഷ്ഠൻ സൈഫുദ്ദീൻ സഖാഫിയുടെ ഭാര്യ വിട്ടുപിരിഞ്ഞിട്ടുണ്ടോ, നീ പുറത്തു കൊടുക്കണം റഹ്മാനെ. ഈ ദുആ നീ കബൂലാക്കണം അല്ലാ. ഈ മജ്ലിസ് നീ കബൂലാക്കണം റഹ്മാനെ. 40 ദിവസം നടക്കുന്ന സദസ്സ് മുഹ്സിൻ, അല്ലാഹുവേ, അവർക്ക് നീ ബറക്കത്ത് ചെയ്യണം അല്ലാ. മുഹ്സിൻ എന്ന ചെറുപ്പക്കാരൻ നമ്മുടെ സ്ഥാപനത്തിൻ്റെ എല്ലാ വിഷയത്തിലും പങ്കുചേരുന്നവരാണ്. സ്ഥലം വാങ്ങിയതിലേക്കും റിയാദത്തുൽ അഹ്ബാബിൻ്റെ ഭക്ഷണത്തിലേക്കും അതിലുപരി നമ്മുടെ ശൈഖുനയുമായി വലിയ ബന്ധവും വലിയ സ്നേഹവുമുള്ളവരാണ്. അല്ലാഹുവേ, അവർക്ക് നീ ബറക്കത്ത് ചെയ്യണേ അല്ലാ. അവരുടെ ആരും മരിച്ചവരുടെ അമ്മാവൻ മുഹമ്മദ് മുസ്ലിയാർ അടുത്ത ദിവസം വഫാത്തായി. അല്ലാഹുവേ, 74 ദിവസമായി. അല്ലാ, ഈ റബീഉൽ അവ്വലിനെ വരവേൽക്കാൻ വേണ്ടി ആദ്യമായി ഞങ്ങൾ ഒരുമിച്ച് കൂടിയ സദസ്സിൽ മുഹമ്മദ് മുസ്ലിയാർക്ക് വേണ്ടി ഞങ്ങൾ ചോദിക്കുന്നു, നീ പുറത്തു കൊടുക്കണേ അല്ലാ. ഖബർ വെളിച്ചമാക്കണേ അല്ലാ. ഈ റിയാദത്തുൽ അഹ്ബാബിന്റെ സദസ്സിൽ മുഹ്സിൻ എന്ന ചെറുപ്പക്കാരന്റെ കുടുംബം മുഴുവൻ അംഗമാണ്. ഒരിക്കൽ ശൈഖുന ആ വീട്ടിൽ ചെന്നപ്പോൾ ഉസ്താദ് പറഞ്ഞു, അവരൊക്കെ ഇതിൻ്റെ ഒരു സന്തോഷം പങ്കുവെക്കുന്നത്. അല്ലാഹുവേ,
ഇത് ഞങ്ങൾക്ക് ദുനിയാവെന്ന് മാത്രം പോരാ, ആഖിറത്തിലും ആ ഉമ്മമാർക്ക് ഖദീജ ബീവിയുടെ കൂടെ, ആയിഷ റളിയല്ലാഹു അൻഹയുടെ കൂടെ, മഹാന്മാരുടെ കൂടെ, മഹ്ദിമാരുടെ കൂടെ ഈ സന്തോഷങ്ങൾ പങ്കുവെക്കാൻ നീ തൗഫീഖ് നൽകണം അല്ലാഹ്. അവർക്കൊക്കെ താങ്ങും തളനുമായി എന്തു പ്രശ്നമുണ്ടെങ്കിലും വിളിക്കാനും ഓടി വരാനുമുള്ള മൽജഉം എല്ലാം ശൈഖുനയാണ്. ഞങ്ങൾക്കറിയുന്നതിനേക്കാൾ അതിൻ്റെ ഖദറും അലമത്തും അറിയുന്ന റബ്ബ്, നിന്റെ അടിമകളെ വിഷമം അത് തീർക്കുന്നതിന് വേണ്ടി ഇടപെടുക എന്നത് വലിയ അമലാണല്ലോ റഹ്മാനെ. ഇതിനെല്ലാം ഞങ്ങൾക്ക് താണിയായി പ്രവർത്തിക്കുന്ന ശൈഖുനാക്ക് നീ ആഫിയത്ത് നൽകണം റഹ്മാനെ. ഈ പ്രദേശത്ത് ICSഉം റിയാദത്തുൽ അഹ്ബാബും 100-200ഓളം വരുന്ന മുതഅല്ലിമീങ്ങളും, അതുപോലെ അവർക്ക് കിതാബ് ഓതി കൊടുക്കുന്ന, അതുപോലെ ഖിദ്മ ചെയ്യുന്ന നമ്മുടെ ഉസ്താദിന്റെ ശിഷ്യന്മാരായ മക്കളും, അതുപോലെ ദീനീ പ്രവർത്തനത്തിൽ പങ്കുചേരുന്ന സകലം ഈ പ്രദേശത്തൊരു നാളിൽ ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ ജ്യേഷ്ഠ സഹോദരനും ശൈഖും ഉസ്താദുമായ കുഞ്ഞാലം മുസ്ലിയാരുടെ ആഗമനമാണ്. അവിടുത്തെ ദർജ നീ വർദ്ധിപ്പിക്കണേ അല്ലാ. അതുപോലെ ശൈഖുനയുടെ ഉമ്മയുടെ ഉപ്പയുടെ ദർജ നീ വർദ്ധിപ്പിക്കണം അല്ലാ. ഭാര്യയുടെ ഉപ്പ വിട്ടുവീഞ്ഞിട്ടുണ്ടോ, നീ മഗ്ഫിറത്ത് നൽകണം അല്ലാ. ഈ സദസ്സിലുള്ള ആരിൽ നിന്ന് ഏതൊക്കെ ഉമ്മമാര് ഉപ്പമാര് മരിച്ചു പോയിട്ടുണ്ടോ, നമ്മുടെ അബ്ദുൽ ഖാദിർ അഹ്സനിയുടെ ഉപ്പ, അല്ലാഹുവേ നീ പുറത്തു കൊടുക്കണം അല്ലാ. ആ ഉമ്മക്ക് നീ ആഫിയത്ത് നൽകണം അല്ലാ. അങ്ങനെ ഞങ്ങളിൽ നിന്ന് വിട്ടുപിരിഞ്ഞ എല്ലാവർക്കും നീ മഗ്ഫിറത്ത് നൽകണം റഹ്മാനെ. യാസിർ മുസ്ലിയാർ ഇവിടുത്തെ ഉസ്താദ് കൂടെയാണ്, ചെറിയ അസുഖമുണ്ട്, നീ ആഫിയത്ത് നൽകണം റഹ്മാനെ. അബ്ദുൽ ഉസ്താദിന്റെ മുഴുവൻ മക്കളും കുടുംബവും നമ്മുടെ റിയാദത്തുൽ അഹ്ബാബിൽ മെമ്പർമാരാണ്. അവരെയൊക്കെ നീ കബൂലാക്കണം റഹ്മാനെ. ആലിഞ്ചോട് പ്രദേശത്തുള്ള ചെമ്പൻ ഖദീജ എന്ന് പറയുന്ന സഹോദരി, അവര് തന്നെ ഇടപെട്ടി എത്രയോ ആളുകളെ റിയാദത്തുൽ അഹ്ബാബ് പരിചയപ്പെടുത്തി അംഗമാക്കുന്നു, നീ കബൂലാക്കണം റഹ്മാനെ. അബ്ദുൽ ഖാദിർ അഹ്സനിയുടെ കെയറോഫിൽ ആ ഭാഗത്തുള്ള ഒരു സഹോദരി, എന്ന് പറയുന്ന ഒരു സഹോദരി, അൽഹംദുലില്ലാഹ് അവര് പറഞ്ഞു, ബുർദയൊക്കെ എനിക്ക് കാണാതെ പഠിഞ്ഞു. അല്ലാഹു അത് കൽബിൽ നിലനിർത്തി കൊടുക്കട്ടെ. തഅജീലുൽ ഫുതൂഹ് വളരെ സുന്ദരമായി പാരായണം ചെയ്യാൻ സാധിക്കുന്നു, നീ അത് നിലനിർത്തി കൊടുക്കണം അല്ലാഹ്. മറ്റുള്ള ആളുകൾക്ക് കൂടെ നമുക്ക് വല്ലാത്തൊരു സന്തോഷമാണ് ഹബീബായ തങ്ങളുടെ മൗലിദ് സദസ്സ് എന്ന് പരിചയപ്പെടുത്തുന്ന ആ വാക്കുകൾ. അല്ലാഹുവേ, ഞങ്ങൾക്ക് ആ ഉമ്മയെ എന്തിൻ്റെ പേരിലുള്ള ബന്ധമാണ്? ഈമാനിൻ്റെ പേരിലുള്ള ബന്ധമാണ്. അത് നിന്റെ അടുക്കൽ വലിയ അമലാണ്. ആ ഉമ്മക്ക് നീ ആഫിയത്ത് കൊടുക്കണേ അല്ലാഹ്. ആ ഒരു ഖദീജ റളിയല്ലാഹു അൻഹ ഹബീബായ തങ്ങളെ വീട്ടിലിരുന്ന് പിന്തുണ നൽകി പ്രവർത്തിച്ച് സഹായിച്ചതുപോലെ വീട്ടിൻ്റെ അകത്തളങ്ങളിൽ അടങ്ങി ഒതുങ്ങിയിരുന്നു ഉലമാഇനെ സ്നേഹിച്ച് മുതഅല്ലിമീങ്ങൾക്ക് ആലിമീങ്ങൾ ഇൽമു പറഞ്ഞു കൊടുക്കുമ്പോൾ എന്നെ കൊണ്ടതിൽ ഭാഗവാക്കാകാൻ കഴിയുന്നത് അതിനാവശ്യമായ ആളുകളെ കൽബ് ഈ സ്ഥാപനത്തിലേക്ക് തിരിക്കലാണെന്ന ലക്ഷ്യത്തോടുകൂടി ആ ഉമ്മ സംസാരിച്ച കലിമത്ത് മുഴുവൻ കബൂലാക്കണം റഹ്മാനെ. ഇങ്ങനെ ഞങ്ങളുടെ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് ഒരുപാട് പാവങ്ങളായ ആളുകൾ സഹായിക്കുന്നു, സഹകരിക്കുന്നു. നമ്മുടെ ഫൈസൽ, അല്ലാഹുവിற்கு ബർക്കത്ത് ചെയ്യുമാറാവട്ടെ. അവര് നമ്മുടെ എല്ലാ വിഷയത്തിലും സജീവമായി പങ്കെടുക്കുകയും റിയാദത്തുൽ അഹ്ബാബിന്റെ വിഷയങ്ങൾ അന്വേഷിക്കുകയും ചെയ്യുന്നു. അല്ലാഹുവേ, അവർക്കൊക്കെ നീ വലിയ ഖൈർ ബർക്കത്ത് നീ നൽകണം റഹ്മാനെ. ഈ സദസ്സ് നീ കബൂലാക്കണം അല്ലാഹ്. നമ്മുടെ വീപ്പാക്ക ഉമ്മയുടെ ആണ്ടിന്റെ സമയമാണ് റബീഉൽ അവ്വൽ. ഉപ്പ മരിച്ചു പോയിട്ടുണ്ട്, അവർക്കൊക്കെ നീ പുറത്തു കൊടുക്കണം റഹ്മാനെ. ഒരു ചാക്ക് അരി റിയാദത്തുൽ അഹ്ബാബിന്റെ ഭക്ഷണത്തിലേക്ക് അല്ലാഹുവേ നീ അത് കബൂലാക്കണം അല്ലാഹ്. നീ അത് കബൂൽ ചെയ്യണം അല്ലാഹ്. ആ മരിച്ചുപോയ ഉമ്മയുടെ ഉപ്പയുടെ ഖബർ നീ വെളിച്ചമാക്കണം റഹ്മാനെ. അവരെയും ഞങ്ങളെയും സ്വർഗത്തിൽ നീ ഒരുമിച്ച് കൂട്ടണം അല്ലാഹ്. അല്ലാഹ്, സ്വലാത്ത് ചെല്ലുന്ന, ബുർദ ചെല്ലുന്ന എത്രയോ ആളുകൾ, എത്രയോ പ്രദേശത്തുള്ള ആളുകൾ, അവർക്കൊക്കെ നമ്മളൊരു ചാക്ക് അരി നൽകുമ്പോൾ അതിൽ നിന്ന് ഒരു അരി അവരുടെ ശരീരത്തിലായാൽ അത് വലിയ അമലാണ്. ഭക്ഷണം നൽകുക എന്നത് വലിയ അമലാണ്. അല്ലാഹുവേ, ഞങ്ങളെ എല്ലാ സംരംഭങ്ങളും ഞങ്ങൾ ഒരാളോടും കഴിയാത്തത് ഇന്ന് വരെ ചോദിച്ചിട്ടില്ല. ചോദിക്കുമ്പോൾ നിന്റെ ദീനിനെ തെറ്റിദ്ധരിക്കുമോ എന്ന പേടി ഞങ്ങളെ കൽബിനെ ഇന്ന് വരെ അലട്ടിയിട്ടുണ്ട്.
ആവശ്യമില്ലാതെ ഞങ്ങൾ ഈ സ്ഥാപനത്തിൽ അനാവശ്യ ചെലവുകൾ ഇന്ന് വരെ ശ്രദ്ധിച്ചിട്ടുണ്ട്. മാത്രമല്ല ഇതിന് വരുന്ന ഏത് സംഖ്യയും അതിനുവേണ്ടി ഞങ്ങളെ സ്വന്തം വാഹനവും എന്തും ചെലവഴിച്ചാലും ഇന്നുവരെ ഞങ്ങൾ പറ്റിയിട്ടില്ലെന്ന് പറയുന്നത് അത് നിനക്കറിയാം. അത് ഞങ്ങളുടെ ഖിദ്മത്തിന് ഞങ്ങൾക്ക് കിട്ടിയ സന്തോഷം മുഅ്മിനീങ്ങളോട് പങ്കുവെക്കലാൻ ആരെ സഹായിച്ചിട്ടുണ്ടോ അവർക്ക് മുഴുവൻ നീ തുണയാകണം റഹ്മാനെ. ഈ മഹത്തായ മജ്ലിസിന്റെ പൂർണ്ണ നേതൃത്വവും എല്ലാമെല്ലാമായ ശൈഖുന വളരെ പെട്ടെന്ന് രോഗത്തിന് ശമനം വന്ന് ആഫിയത്തോട് തിരിച്ചു വന്ന് ഞങ്ങൾക്ക് ആ നേതൃത്വം നിലനിർത്തി തരണം റഹ്മാനെ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين. وصلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. إن شاء الله എല്ലാ ബുധനാഴ്ചയും ഖത്മുൽ ബുർദ പൂർത്തിയാക്കി പ്രത്യേകം ദുആഇന്റെ മജ്ലിസ് ഉണ്ടാകും. നമ്മൾ ആവശ്യങ്ങളൊക്കെ നമ്മൾ അറിയിക്കുകയും പരമാവധി നാമൊക്കെ മജ്ലിസിൽ പങ്കെടുക്കുകയും വേണം എന്ന് ഓർമ്മപ്പെടുത്തുന്നു. അല്ലാഹു തആല അല്ലാഹുവിൻ്റെ ഹബീബ് പൊരുത്തപ്പെടുന്ന രീതിയിൽ അവ്വൽ മുതൽ ആഖിർ വരെ കൊണ്ടുപോകാൻ നമ്മുടെ മശായിഖുമാരുടെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا رب صل